ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ അടുത്ത റിലീസ് ആയിട്ടുള്ള നമ്മുടെ മലയാള ലാംഗ്വേജിലെ ഏറ്റവും കിടിലനൊരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ കഥയാണ്. കഥയുടെ പേര് CID രാമചന്ദ്രൻ റിട്ടയർഡ് SI. ശരിക്കും ട്വിസ്റ്റ് കണ്ട് തരിച്ചുപോയ അടിപൊളി ഒരു കഥയാണിത്. ഷാജോൻ ചേട്ടന്റെ അഭിനയത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. നിങ്ങളെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പ്രേമികളാണെങ്കിൽ ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് വേസ്റ്റ് ആവാത്ത നല്ലൊരു ട്വിസ്റ്റ് കഥയായിരിക്കും ഇത്. അപ്പോൾ കഥ കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. ഇതിലും അടിപൊളി കഥകൾ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിച്ചെത്തിക്കാനേ എനിക്കൊരു മോട്ടിവേഷൻ ആയിട്ട് എല്ലാ കൂട്ടുകാരും എനിക്ക് ആകെ ചെയ്തു തരേണ്ടത് ഈ ഒരു വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കഥ കണ്ടുകഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ഇനിയും കഥകൾ കാണാൻ തോന്നുകയാണെങ്കിൽ ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തിൽ നമ്മുടെ കഥയിലെ ഹീറോ ആയിട്ടുള്ള SI രാമചന്ദ്രൻ കഴിഞ്ഞ 33 വർഷത്തെ തന്റെ പോലീസ് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആവുകയാണ്. ഇതുവരെ ദിവസവും എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു. എന്നാൽ ഇനി എന്താണ് എന്നത് വെറും ബ്ലാങ്ക് ആണ്. അങ്ങനെ അവിടെ തടിച്ചുകൂടിയ എല്ലാ ഓഫീസേഴ്സിനും താങ്ക്സും പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലും ഓൾറെഡി ഫാമിലിയും ഫ്രണ്ട്സിനെയൊക്കെ വെച്ച് ഒരു റിട്ടയർഡ് ഫംഗ്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭാര്യ നമ്മുടെ ഹീറോയെ കാത്തു നിൽക്കുകയല്ലേ. എന്നാൽ അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ ഒരു ഇൻഫോമർ സനില് കോൾ ചെയ്തിട്ട് പറയുന്നത്, സാറേ ആ ഒരു ആക്രി രാജേഷില്ലേ, അവൻ ആ ഗീതയുടെ വീട്ടിലുണ്ട്, അവൻ കയറിപ്പോകുന്നത് ഞാൻ കണ്ടതാ. അപ്പോൾ നമ്മുടെ ഹീറോ ഇൻസ്പെക്ടർ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാറേ ആ ഒരു ആക്രി രാജേഷ് അവനുള്ള സ്ഥലം മനസ്സിലായിട്ടുണ്ട്, ഞാൻ പോയി പിടിച്ചോളാം. അല്ല സാറേ ഞാനും വരുന്നുണ്ട്. അല്ല താൻ റിട്ടയർഡ് ആയതല്ലേ? സാറേ ഇന്ന് 12 മണി വരെ ഞാനും ഡ്യൂട്ടിയിലല്ലേ. എന്നാ പിന്നെ ആയിക്കോട്ടെ. എന്നാൽ ഹീറോ പറയുന്നത് കേട്ടിട്ട് ഭാര്യക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇത്ര ആളുകളെ വീട്ടിൽ വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ ഈ രാത്രി എങ്ങോട്ടാ? എന്നാൽ ഹീറോ ഇന്നും കൂടെയല്ലുള്ളൂ, അവസാനമായിട്ട് ഒരു കുറ്റവാളിയോട് പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്റെ മനസ്സിന് സന്തോഷമാവും, ഞാൻ പോയിട്ട് വേഗം വരാം, നീ അതുവരെ ഒന്ന് ഡീലേ. അങ്ങനെ ഇൻസ്പെക്ടറിനെ കൂട്ടിയിട്ട് ആ ഒരു ഗീതയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇൻഫോമർ സനിൽ പറയുന്നുണ്ട്, സാറേ അവൻ വീട്ടിലേക്ക് പോയിട്ട് ഞാനിവിടെ നനങ്ങിയിട്ടില്ല, ഉറപ്പാ അവൻ ഇപ്പോഴും വീട്ടിലുണ്ട്. അങ്ങനെ പോലീസ് ടീം നേരെ ഗീതയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, വീട്ടിന്റെ ഉള്ളിലുള്ള അവനോട് പുറത്തിറങ്ങാൻ പറ. സാറേ എന്താ പറയുന്നത്? എന്റെ വീട്ടിൽ ആരുമില്ല, ഞാനും എന്റെ അമ്മയും ഇവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ സാറേ. ആഹാ, എന്നാ ഒന്ന് നോക്കണല്ലോ. അങ്ങനെ പോലീസ് ടീമില്ലേ ആ വീട് മുഴുവനായിട്ട് തേടി നോക്കുമ്പോൾ ആ വീട്ടില് എവിടെയും രാജേഷ് ഉള്ളതായിട്ട് കണ്ടുപിടിക്കാനേ വരുന്നില്ല. അപ്പൊ ഗീത, നേരത്തെ ഞാൻ പറഞ്ഞല്ലേ സാറേ, ഇപ്പൊ വിശ്വാസമായില്ലേ, ഇവിടെ ആരുമില്ല, അപ്പൊ സാറ് പോയിക്കോ. അപ്പൊ ഹീറോ അല്ലേ കുറച്ച് മാറിയിട്ട് സനലെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടാ നീയല്ലേ പറഞ്ഞേ അവന് വീട്ടിൽ കയറിയെന്ന്, എന്നാൽ ഈ ഗീതയും അതുപോലെ ഇവിടെ നോക്കിയിട്ടും അവന് ഉള്ള പോലെ തോന്നില്ലല്ലോ. ഇല്ല സാറേ, അവൻ വീട്ടിലേക്ക് പോകുന്ന ഞാൻ കണ്ടതാ, അവൻ തിരിച്ചു വന്നിട്ടില്ല, എന്റെ മോളുടെ മേലെ സത്യമാണ്. അങ്ങനെയാണെങ്കിൽ അവന് വീട്ടിൽ തന്നെ ഉണ്ട്, അപ്പൊ അവനെങ്ങനെയാ പുറത്തുകൊണ്ടുവരിക? അങ്ങനെ ഇൻസ്പെക്ടറോട് പെർമിഷൻ ചോദിച്ചിട്ട് എല്ലാ പോലീസ് ഓഫീസേഴ്സും അവരുടെ മുഖം ടവൽ വെച്ച് മറച്ചിട്ട് ഒരു ചെറിയ ചട്ടി എടുത്ത് അതിൽ കടലാസ് ഇട്ടിട്ട് തീ കൊടുത്തിട്ട് അതിൽ കുറച്ച് മുളക് പെറുക്കിടുകയാണ്. അങ്ങനെ ആ വീട്ടിലെ എല്ലാ റൂമിലും ആ പോക്കെ ആയി കൊടുക്കുമ്പോൾ അവസാനം ഒരു റൂമിലായിട്ട് ഈ നെയ്റ്റ് തൂക്കിയിട്ട് ഒരു ആങ്കർ പോലെ ഉണ്ട്, അതിന്റെ ഇടയിൽ നെയ്റ്റിനുള്ളിൽ അവൻ ഒളിച്ചിരിക്കുകയാണ്. മുളക് പൊടിയുടെ സ്മെല്ല് സഹിക്കാൻ പറ്റാതായപ്പോൾ അവസാനം ചുമച്ചു പോയിട്ടുണ്ട്. അങ്ങനെ പോലീസ് കയ്യോട് പൊക്കി പുറത്തു കൊണ്ടുവരികയാണ്. അപ്പൊ ഹീറോയിൻ ടീം ചോദിക്കുന്നുണ്ട്, എവിടെടാ സനല്ലേ നീ കട്ടുകൊണ്ടുവന്ന കാറ്? ഞാനൊരു കാറും കട്ടില്ല സാറേ. എന്നാൽ പോലീസ് ടീമിനെ അറിയാം ആ കാർ ഇവൻ തന്നെയാണ് കട്ടുകൊണ്ടുപോയത്, പല ദൃക്സാക്ഷികളുണ്ട്. എന്നാൽ കട്ട് മുതൽ കണ്ടുപിടിക്കണ്ടേ? എത്ര ചോദിച്ചിട്ടും അവൻ സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് ആ വീട്ടിന് മുമ്പിൽ കാറിന്റെ ടയർ പതിഞ്ഞിട്ടുള്ള പാട് ഹീറോ കാണുന്നേ. ആ പാട് എങ്ങോട്ടാ പോന്ന് നോക്കുമ്പോൾ ആ വീടിന്റെ പുറത്ത് സ്റ്റെയറിനോട് ചേർന്നിട്ട് ഒരു വിറകാലയുണ്ട്. അപ്പോൾ അതിലൊരു വിറക് മാറ്റി നോക്കുമ്പോൾ അതിന്റെ ഉള്ളിലാണ് നമ്മുടെ പോലീസ് ടീം തേടി വന്ന മജിസ്ട്രേറ്റിന്റെ കാറ് കിടക്കുന്നത്. അങ്ങനെ കുറെ നാളായിട്ട് പോലീസിനെ വെള്ളം കുടിപ്പിച്ച ആ ഒരു കേസും നമ്മുടെ ഹീറോയുടെ ബുദ്ധി കൊണ്ട് റിട്ടയർഡ് ആവുന്നതിന്റെ അന്ന് തന്നെ തെളിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടർ ഹീറോയെ അഭിനന്ദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ റിട്ടയർഡ് ആയില്ലേ. ഇതുവരെ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുതിയ SI വന്നപ്പോൾ ആ ഒരു ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞ് ചാവിയും കൊടുത്തിട്ട് അവസാനമായിട്ട് ജോലി ചെയ്ത സ്റ്റേഷനിലേക്ക് കുറച്ച് പേപ്പർ വർക്ക് തീർക്കാനും കൂടെ ജോലി ചെയ്ത കൊളീഗ്സിനെ ഒന്ന് കാണാനും വരുമ്പോൾ അവിടെ പുതുതായിട്ട് വന്നിട്ടുള്ള SIയുടെ നെയിം ബോർഡ് ഉണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയുടെ നെയിം ബോർഡ് അവിടെ ഒരു ഡസ്റ്റ്ബിൻ ഇട്ടേക്കാണ്. അത് കാണുമ്പോൾ ഹീറോയ്ക്ക് വല്ലാതെ സങ്കടമാവുന്നുണ്ട്. അതായത് ഈ ഒരു ജോലി വല്ലാതെ ഹീറോയ്ക്ക് ഇഷ്ടമായിരുന്നു. റിട്ടയർഡ് പ്രായമായതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെ കൊളീഗ്സിനോടൊക്കെ പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ്. നമ്മുടെ ഹീറോയ്ക്ക് ആകെ ഒരു മകള് മാത്രമേ ഉള്ളൂ. അവള് കോളേജ് പഠിക്കുകയാണ്. അപ്പോൾ അവളോട് കാഷ്വലായിട്ട് നമ്മുടെ ഹീറോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവള് കുറച്ച് നാളായിട്ട് തിരുവനന്തപുരത്ത് പോയി പഠിക്കാനുള്ള പ്ലാനിലാണ്. എന്നാൽ അമ്മ സമ്മതിക്കുന്നില്ല. അപ്പോൾ അച്ഛനോട് സമ്മതം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോയുടെ അളിയൻ വരികയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഹീറോയുടെ വീട്ടിലെ കുറച്ച് റബ്ബർ ഷീറ്റ് ഉണ്ട്, അത് വിൽക്കാൻ വരുമ്പോൾ നമ്മുടെ അളിയനൊരു കോള് വരുന്നുണ്ട്. അതായത് അളിയനില്ലേ അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലെ ട്രസ്റ്റിയാണ്. അമ്പല പ്രസിഡന്റ് വിളിച്ചിട്ട് നമ്മുടെ ഭണ്ഡാര പെട്ടിയിലെ അത് ഓപ്പൺ ആക്കാൻ പോവാണ്. കുറച്ച് നാളായിട്ട് അതില് പൈസ വല്ലാതെ കുറയല്ലേ, അപ്പൊ എല്ലാരും വേണം. അങ്ങനെ അളിയൻ
അളിയൻ വണ്ടി എടുത്തിട്ട് അമ്പലത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹീറോയും കൂടെ കൂട്ടിയിട്ടാണ് പോകുന്നത്. അമ്പലത്തില് കാണിക്കപ്പെട്ടിക്ക് ഒരു പഴയ പൂട്ടായിരുന്നു. അത് വല്ലാതെ ദ്രവിച്ചപ്പോൾ കുറെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മളൊരു പുതിയ പൂട്ടിട്ടു. അതിനുശേഷമാണ് എല്ലാ പ്രശ്നം തുടങ്ങി. പെട്ടിയിൽ കിട്ടുന്നതിന്റെ കാലിലൊന്നും പോലും പൈസ കിട്ടുന്നില്ലാന്ന്. അങ്ങനെ അവര് നേരെ ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ആ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആ ഒരു പെട്ടി ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ആകെ കുറച്ച് പൈസയുള്ളൂ. അത് കണ്ടപ്പോൾ അവർക്ക് ഉറപ്പായിട്ടുണ്ട് ആരും ഒരാള് ഈ ഒരു പൂട്ട് ഓപ്പൺ ചെയ്തിട്ട് പൈസ എടുത്തിട്ടുണ്ട്. അപ്പോൾ അളിയനും ടീം പറയുന്നുണ്ട് ഈ പൈസ എടുത്തത് ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, അവനെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നമ്മുടെ അളിയനെ ടീമിനും എടുത്ത് പഞ്ഞിക്കിടാണ്. അങ്ങനെ ആ മുറിവോടെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോ നോട്ട് ചെയ്തിട്ടില്ലേ. അപ്പൊ അളിയനോട് അല്ല അവസാനമായിട്ട് ആ ഒരു പെട്ടി ആരാ പൂട്ടിയെ? പുതിയ പൂട്ട് വാങ്ങിയിട്ട് പ്രസിഡന്റാ പൂട്ടിയെ. അതിന്റെ ചാവി എന്നിട്ട് ബാങ്ക് ലോക്കറിൽ വെക്കുകയും ചെയ്തു. എന്നാൽ ഹീറോ അതിന് സാധ്യതയില്ലല്ലോ. ഇന്ന് പ്രസിഡന്റ് ആ ഒരു പെട്ടി തുറന്നപ്പോ അങ്ങേര് വലത് കൈ കൊണ്ട് പെട്ടി തുറന്ന്. എന്നാൽ ഓൾറെഡി ആ പൂട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഇടത് കൈയനാണ്. എന്നാൽ അളിയന് എന്താ പറഞ്ഞത് മനസ്സിലാകുന്നില്ല. അപ്പോ അളിയൻ ഇടത് കൈയനാണ്. അപ്പോൾ ഇടത് കൈ കൊണ്ട് ആ ഒരു പൂട്ട് ജീപ്പിന്റെ ഫ്രണ്ടിലെ കമ്പിൽ ലോക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ലോക്ക് വീഴുന്നത് ഇടത് ഭാഗത്തേക്കാണ്. എന്നാൽ വലത് കൈ വെച്ചിട്ട് പൂട്ടുമ്പോൾ അത് വലത് ഭാഗത്തേക്കാണ്. അപ്പോൾ അവസാനമായിട്ട് ആ പൂട്ട് പൂട്ടിയത് പ്രസിഡന്റ് മാത്രമല്ല, അതിനുശേഷം ഏതോ ഒരു ഇടം കയ്യൻ ആ പെട്ടി രണ്ടാമത് തുറന്നിട്ടുണ്ട്. അതൊന്ന് പൈസ എടുത്തിട്ടുണ്ട്. അപ്പൊ അളിയൻ ഇടം കയ്യനല്ലേ? ഇനിയിപ്പോ അളിയനാണോ പറഞ്ഞു വെച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ലേ? അളിയൻ അതിന് മാത്രം തേരുന്നില്ലാന്ന് എനിക്കറിയില്ലേ. അപ്പോ ഇടം കയ്യനായിട്ടുള്ള നിങ്ങളുടെ കൂട്ടത്തിലെ വേറെ ആരോ ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ ഒന്ന് അന്വേഷിച്ച് നോക്ക്. അങ്ങനെ അന്ന് രാത്രിയിലെ നമ്മുടെ ഹീറോ ഉറക്കത്തിലാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു ഇൻഫോമർ വിളിച്ചിട്ട് ഏതോ ഒരു കുറ്റവാളിയുടെ ലൊക്കേഷൻ പറയുന്നത്. എന്നാൽ ഹീറോ ആണെങ്കിൽ വേഗം തന്നെ യൂണിഫോം മാറ്റിയിട്ട് പോകാൻ ഇറങ്ങുമ്പോൾ ഭാര്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ റിട്ടയർഡ് ആയ കാര്യം മറന്നുപോയോ? നിങ്ങൾ വന്നൊന്ന് കടക്കാൻ നോക്ക്. എന്നാൽ 33 വർഷം തന്റെ രക്തത്തിൽ അലിഞ്ഞ ആ ഒരു ജോലി ഇപ്പോൾ തന്റെ കൂടെ ഇല്ലാന്ന് ഹീറോ മറന്നുപോയതാണ്. ഹീറോയ്ക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ജോലി ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല. എന്നാലും എന്തെങ്കിലും ജോലി കണ്ടെത്തിയിട്ട് പതിയെ മൈൻഡ് മാറ്റാന് ഹീറോയുടെ ഒരു കൂട്ടുകാരനായിട്ടുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്. ആ വക്കീലിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവിനെ കുറിച്ച് അറിയില്ലേ? നീ ഇപ്പോ പോലീസുകാരനല്ലെങ്കിൽ എന്താ? അതുപോലുള്ള കുറ്റാന്വേഷണ കേസുകൾ അന്വേഷിച്ചാൽ പോരെ? ഏറ്റവും നല്ലത് ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ താൻ ഇഷ്ടപ്പെടുന്ന ജോലി തന്നെ പ്രൈവറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ അന്ന് വൈകുന്നേരം തന്റെ ഭാര്യയോട് പുതുതായിട്ട് ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങാൻ പോകുന്ന കാര്യം പറയുമ്പോൾ റിട്ടയർഡ് ആയി കഴിഞ്ഞാല് വീട്ടിലെ റബ്ബറും മറ്റു കാര്യങ്ങളും നോക്കി ഇവിടെ ഇരുന്നാൽ പോരെ? ആവശ്യമില്ലാത്ത വയ്യാവേലികൾ എന്തിനാ വെറുതെ എടുത്ത് തലയിൽ വെക്കുന്നത്? അപ്പോഴാണ് മോള് പറയുന്നത് മാമൻ അമ്പലത്തിലെ ചില ആളുകളെ കൂട്ടിയിട്ട് അച്ഛനെ കാണാൻ വന്നിട്ടുണ്ട്. അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ പറഞ്ഞ പോലെ തന്നെ ഇടങ്കയ്യനായ ഒരാൾ അവർ തേടി നോക്കിയപ്പോൾ ആ ഒരു നാട്ടിലെ കമ്മിറ്റിയിലുള്ള ഒരു ബാലം മാഷുണ്ട്. അങ്ങനെയുടെ ചെറുമോനാണ് പഴയ പൂട്ട് മാറ്റിയിട്ട് പുതിയ പൂട്ട് കൊണ്ടുകൊടുത്തത്. അപ്പോൾ ആ പൂട്ട് കൊണ്ടുവരുന്നതിനിടയിൽ അവൻ ആ ചാവിയുടെ ഒരു ഫേക്ക് കീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബഹുമാനിക്കാനായിട്ട് ഒരു ഷാളൊക്കെ പുതപ്പിച്ചിട്ട് കമ്മിറ്റിക്കാര് അവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ ഭയങ്കര അഭിമാനത്തോടെ തന്റെ ഭാര്യയെ നോക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവരുള്ളിലേക്ക് കയറി പോവാണ്. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയോ തന്റെ ഭാര്യയെ പറഞ്ഞിട്ട് ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഓഫീസിന്റെ പരിപാടികൾ നോക്കുകയാണ്. ഓഫീസിലേക്ക് വേണ്ട പല സാധനങ്ങളും വാങ്ങുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു പുതിയ ലാപ്ടോപ്പ് വാങ്ങാണ്. അപ്പോൾ അതിനിടയിലാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഹീറോയുടെ മകളില്ലേ, അവൾക്ക് ഒരു പയ്യനായിട്ട് ഒരു പ്രണയമുണ്ട്. എന്നാൽ അത് അച്ഛനോട് പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഓഫീസ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ദിവസം ആരെങ്കിലും വരുന്ന കാത്തു നിന്നിട്ടും പ്രത്യേകിച്ച് ആരെയും കാണുന്നില്ല. അങ്ങനെ ഒരു ദിവസം തന്റെ ഓഫീസ് അടച്ചിട്ട് പോകാൻ ഇറങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഫ്രണ്ട് ലോയർ വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ബാറിലേക്ക് പോയിട്ട് വരാന്ന്. അടാ അത് ശരിയാവില്ല, വീട്ടില് മോൾ ഒറ്റയ്ക്കേ ഉള്ളൂ, നമുക്ക് വേഗം പോയി കളയാം, അധികം ലേറ്റ് ആവില്ല. അങ്ങനെ വക്കീലിനോട് ഇതുവരെ പ്രത്യേകിച്ച് കേസൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ഹീറോ പറയുമ്പോൾ നീ ടെൻഷൻ അടിക്കണ്ട, അതിന്റെ സമയമാകുമ്പോൾ എല്ലാം ശരിയായിക്കോളും. അപ്പോഴാണ് അവരുടെ ഇടയിലേക്ക് ഒരു പയ്യൻ വരുന്നത്. ഇവന്റെ പേര് കുമാർ എന്നാണ്. അതായത് വക്കീല് വാങ്ങിയ സോഡയിൽ നിന്ന് കുറച്ച് സോഡ ഷെയർ ആക്കി വന്നതാണ്. എന്നാൽ ഹീറോ നിനക്കൊരു പുതിയത് വാങ്ങിയ പോരെ? അത് സാറേ ആകെ ഇത്രയേ സാധനമുള്ളൂ, ഇതിനൊരു പുതിയ സോഡ വെറുതെ വേസ്റ്റ് അല്ലേ? അങ്ങനെ ആ ഒരു സോഡ എടുത്ത് പോകാൻ നിൽക്കുമ്പോൾ സോഡ വെച്ചിട്ട് പോടാ, സോറി സാറേ മറന്നുപോയതാ, പിന്നെ എന്തെങ്കിലും എന്റെ ഹെൽപ്പ് വേണമെങ്കിൽ മറക്കാതെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ അവന്റെ കാർഡ് രണ്ടാക്കും കൊടുത്തിട്ട് കുമാർ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. എന്നാൽ ഹീറോയ്ക്ക് ദേഷ്യം വന്നിട്ട് ആ കാർഡ് ചുരുട്ടി കളഞ്ഞിട്ടുണ്ട്. അപ്പൊ വക്കീല് അവനിനിയിപ്പോ എന്തൊരുത്തനാണെങ്കിലും അവൻ പെട്ടെന്ന് ഇന്ററാക്ട് ആയിട്ട് അവൻ കാർഡ് വെച്ച് അവനെ തന്നെ പ്രൊമോട്ട് ചെയ്തിട്ട് പോയതുകൊണ്ടില്ലേ? നീ ആണെങ്കിൽ ഓൾറെഡി കുറേയധികം കാർഡ് വാങ്ങിച്ചിട്ടില്ലേ? അപ്പോൾ നമ്മൾ വേണം ഇതുപോലെ പ്രൊമോട്ട് ചെയ്ത് ഇറങ്ങാൻ. അങ്ങനെ ആ ഹോട്ടലിലെ VIP-കൾക്ക് ആ കാർഡ് കൊടുക്കാനായിട്ട് ഹീറോയുടെ കാർഡ് വാങ്ങിയിട്ട് വക്കീൽ ഒരു വെയിറ്ററിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അപ്പോഴാണ് വക്കീൽ പറയുന്നത്, നിനക്ക് ആ ഊർമിള മർഡർ കേസിനെ കുറിച്ച് അറിയില്ലേ? അതില് ജയരാജനെ അവനെ പോലീസ് ഫ്രെയിം ചെയ്തതാ. ഞാനായിരുന്നു അവന്റെ വക്കീല്, എനിക്ക് അവനെ രക്ഷിക്കാൻ പറ്റിയില്ല. ജയിലിലകപ്പെട്ട ജയരാജനില്ലേ ഒരു 15 ദിവസത്തേക്ക് ജാമ്യത്തിൽ ഇറങ്ങുന്നുണ്ട്. ഊർമിളയുടെ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിരപരാധിയായ ജയരാജന് ഈ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ നിനക്ക് പറ്റുകയാണെങ്കിൽ നീ കേസ് നോക്കി നോക്ക്. ജയരാജനോട് നിന്നെ കാണാന് വീട്ടിലേക്ക് വരാൻ ഞാൻ പറഞ്ഞേക്കാം. ആദ്യത്തെ നിന്റെ കേസ് എന്റെ വക തന്നെ ആയിക്കോട്ടെ.
അപ്പൊ ഹീറോയും ആയിക്കോട്ടെ. അങ്ങനെ അന്ന് രാത്രിയിലെ ജയരാജന്റെ കേസ് ഫയല് വക്കീല് കൊടുത്തിട്ടില്ലേ, ആ ഒരു ഫയലൊക്കെ ഹീറോ പഠിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കറണ്ട് കട്ടാവാണ്. അപ്പോ മോള് വിളിച്ചു പറയുമ്പോ മോളൊരു മെഴുകുതിരി കത്തിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അവള് പറയുന്നത്, അച്ഛാ എനിക്കും അച്ഛൻ്റെ അടുത്തുള്ള പോലെ ഒരു ലാപ്ടോപ്പ് വേണം, എന്റെ പഠനത്തിന്റെ ആവശ്യത്തിന്. ലാപ്ടോപ്പിന്റെ ആവശ്യമുണ്ടോ? അച്ഛൻ വാങ്ങി തന്നാ മതി, ബാക്കി EMI ഞാൻ അടച്ചു വെട്ടിക്കോളാം. ആഹാ, നീ നല്ല കുട്ടിയല്ലേ, ആയിക്കോട്ടെ നമുക്ക് ആലോചിക്കാന്ന്. അപ്പോഴാണ് ആരോ വീടിന്റെ വാതിൽ തട്ടുന്നത്. ആരാന്ന് പോയി നോക്കുമ്പോ അത് വേറെ ആരുമല്ല, നമ്മുടെ ജയരാജൻ തന്നെയാണ്. അല്ല, വക്കീൽ സാറ് പറഞ്ഞിരുന്നില്ലേ ഊർമിള കൊലക്കേസിലെ. അപ്പൊ ഹീറോ ഉള്ളിലേക്ക് ഞാൻ നിങ്ങളുടെ കേസ് തന്നെയായിരുന്നു പഠിച്ചോണ്ടിരുന്നത്. അപ്പൊ ഹീറോ ശരിക്ക് എന്താ സംഭവിച്ചേ? ഇതുവരെ നിങ്ങൾ ബാക്കിയുള്ള ആളുകളോട് പറഞ്ഞ പോലെ എന്നോട് പറയരുത്, ആദ്യം മുതലേ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറ. അപ്പൊ ജയരാജൻ, സാറേ 10 മാസത്തെ ശിക്ഷ അനുഭവിച്ചിട്ട് പുറത്തു വന്നതാ, ഇനിയിപ്പോ ഞാൻ എന്തിനാ നോണ പറയുന്നത്? ജയരാജൻ കുറച്ചു നാൾ മുമ്പ് വിദേശത്തായിരുന്നു. അങ്ങനെ നാട്ടിൽ വന്നിട്ട് അത്യാവശ്യം സാമ്പത്തികം ഉണ്ടാക്കിയിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കലാണ്. ജയരാജന് ഒരു ഭാര്യ അതുപോലെ ഒരു മകനും ഉണ്ട്. പിന്നെ എന്റെ വീടിന്റെ 2 വീട് അകലെയായിട്ട് പുതുതായിട്ട് ഒരു സ്ത്രീ താമസിക്കാൻ വന്നു. അവളാണ് ഊർമിള ദേവി. അവളെ കണ്ടാൽ എനിക്ക് മാത്രമല്ല നാട്ടിലെ പല ആളുകൾക്കും അവളുടെ മേലെ ഒരു കണ്ണ് തോന്നും. എന്നും രാവിലെ കുളിച്ചൊരുങ്ങിയിട്ട് തന്റെ ബൈക്കുമായിട്ട് ആ ഒരു നാട്ടിൽ ചുറ്റാൻ ഇറങ്ങാറാണ്. എന്നാൽ എപ്പോഴും ഭാര്യയ്ക്ക് ജയരാജന്റെ മേലെ നല്ല സംശയമാണ്. അതിന്റെ പേരിൽ ഇടക്കിടക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഊർമിളയെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചിട്ടാണ് നമ്മുടെ ജയരാജൻ പോകുന്നത്. ഊർമിള എന്ത് ജോലി ചെയ്യുന്നതെന്ന് വെച്ചാൽ അവളും പലിശക്ക് പണം കൊടുക്കാണ്. അതുപോലെ ജയരാജനും ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് പലിശക്ക് പണം കൊടുക്കാറാണ്. രണ്ടുപേരും ഏകദേശം ഒരേ ഫീൽഡിലാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് പരിചയമുള്ള ഒരാളെ കൂട്ടിയിട്ട് തന്റെ ബൈക്കിൽ ആ ഒരു നാട്ടിലെ മെമ്പറിന്റെ വീട്ടിൽ ഇറക്കി വിടുകയാണ്. അപ്പോൾ മെമ്പറും, അല്ല ജയരാജ് വീട്ടിൽ കയറുന്നില്ലേ? ഇല്ല, പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ പോകുന്നത് ഒരു ചെറിയ ക്ലബിലേക്കാണ്. അപ്പോൾ അവിടെ ജയരാജന് ഒരു ഫ്രണ്ട് ഉണ്ട്, ഷാജി. ഷാജി ആണെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ കുപ്പി കൊണ്ടുവരില്ലേ, അതൊക്കെ ശരിയാക്കാന്ന്. അല്ല, നിങ്ങളും ആ ഒരു ഊർമിള ദ്വീപും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നേക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജയരാജനാണെങ്കിൽ ഒരു ജീവിതത്തിലേ ഉള്ളൂ, ഉള്ള ജീവിതത്തിൽ അടിച്ചു പൊളിക്കാനെ. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ജയരാജൻ തന്റെ ഫ്രണ്ടിനായിട്ട് കാണാൻ പോയതാണ്. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു വിദേശ കുപ്പിയും കിട്ടിയിട്ടുണ്ട്. ആ കുപ്പി ഫ്രണ്ട്സിന് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ഷാജിയില്ലേ ജയരാജനെ പതിയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇന്നൊരു ചെറിയ സംഭവം ഉണ്ടായി. അതായത് നിങ്ങളുടെ ഭാര്യയും മോനും കൂടി ഊർമിള ദേവിയുടെ വീട്ടിൽ പോയിട്ട് നിങ്ങളും ഊർമിളയും തമ്മിൽ എന്തൊക്കെയോ റിലേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കെട്ടിയോനെ വശത്താക്കാൻ നോക്കുന്നതൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഊർമിള ഭയങ്കര ദേഷ്യത്തിലാണ്. എന്നാലും ജയരാജൻ എനിക്കതിന് അവളുമായിട്ട് പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നുമില്ല, ഒന്ന് റൂട്ടിടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് മാത്രം. അപ്പോഴാണ് ആ ഗ്രാമത്തിലേക്ക് അവസാനമായിട്ടൊരു ബസ് വരുന്ന കാണിക്കുന്നത്. അങ്ങനെ ജയരാജ് നേരെ ഊർമിളയെ മീറ്റ് ചെയ്യാൻ പോയിട്ട് ഇന്ന് രാവിലെ എന്റെ ഭാര്യയും മോനും വന്നത് ഞാൻ അറിഞ്ഞിട്ടല്ല. അങ്ങനെ ജയരാജ് കൊണ്ടുവന്ന വിദേശ സാധനങ്ങളില്ലേ അതിന്റെ കൂട്ടത്തിലൊരു സാരിയൊക്കെ ഊർമിളക്ക് കൊടുക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ ഒരു സാധനവും വേണ്ട, എന്നോട് ക്ഷമിച്ചു എന്നെങ്കിലും പറ. അങ്ങനെ അവൾ ആ കവർ വാങ്ങാൻ നോക്കുമ്പോൾ ജയരാജനില്ലേ അവളെ കയറി പിടിക്കാൻ നോക്കാണ്. താൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് അവൾക്കൊരു കോള് വരുമ്പോൾ ഉള്ളിലേക്ക് പോയിട്ട് ആരോടോ എന്തോ സംസാരിച്ചിട്ട് എന്നാ ജയരാജേട്ടാ നിങ്ങൾ പോയിക്കോ എന്നിട്ട് വാതിലടച്ചതാണ്, അല്ലാതെ ഞാൻ അവളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഹീറോ, നിങ്ങൾ ഊർമിളയെ കണ്ടിട്ട് 12 മണിയായപ്പോ നിങ്ങൾ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എന്നാൽ നിങ്ങളുടെ വീട്ടില് 3-3:30 മണിക്കല്ലേ നിങ്ങൾ വന്ന് കയറിയ. ആ ഒരു സമയം വരെ നിങ്ങൾ എവിടെയായിരുന്നു? ഊർമിളയുടെ വീട്ടിൽ നിന്ന് ഞാൻ നേരെ പോയത് പ്രസിഡന്റിന്റെ അടുത്തേക്കാ. നമ്മുടെ ഇടയിൽ ഒരു ചെറിയ റിലേഷൻ ഉണ്ട്. അങ്ങനെ അന്നവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ 3:30 ആയപ്പോഴാണ് ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോൾ എന്റെ മോനാണ് വീടിന്റെ വാതിൽ തുറന്നു തന്നെ. അപ്പൊ ഹീറോ, അല്ല ഊർമിള ദേവി അവർ മരണപ്പെട്ട കാര്യം നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത്? അത് അടുത്ത ദിവസം എനിക്ക് പരിചയമുള്ള റബ്ബർ ടാപ്പിംഗ് നടത്തുന്ന രാജു എന്ന ഒരാൾ ഒരു പൊട്ടക്കിണറിൽ വീണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മരണച്ചടങ്ങിന് പോയപ്പോഴാണ് ഊർമിള മരണപ്പെട്ട കാര്യം ഞാൻ അറിയുന്നത്. അങ്ങനെ അന്നത്തെ മരണച്ചടങ്ങും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ദിവസമായപ്പോൾ പെട്ടെന്ന് പോലീസ് വന്നിട്ട് ഞാനാണ് ഊർമിളയെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നു. അപ്പോഴും എന്റെ ഭാര്യ അലറി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ആ സ്ത്രീയായിട്ടൊരു ബന്ധം വേണ്ടെന്ന്. അവസാനം അവരെ നിങ്ങൾ കൊന്നുവരെ കളഞ്ഞല്ലേ. ഭാര്യയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പോലീസ് സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ആയിട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹീറോ, ശരിക്കും നിങ്ങളെന്ന് ഓർത്ത് നോക്കിയിട്ട് പറ, നിങ്ങളുടെ കൈകൊണ്ട് തന്നെയാണോ ഊർമിള ദേവിനെ കൊല്ലപ്പെട്ടെ? സാറേ, എന്റെ സ്വഭാവം അത്ര നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഹസ്ബൻഡ് ആയിരുന്നില്ല, എന്റെ മകന് ഞാൻ നല്ലൊരു അച്ഛനായിരുന്നില്ല. എന്നാൽ ഞാൻ ഒരിക്കലും ഒരു കൊലയാളിയല്ല. ആരും ഉപദ്രവിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് 10 ദിവസമായി. എന്റെ വീടിന്റെ അരികിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. കാരണം എന്റെ ഭാര്യയോ മകനോ ഒരു കൊലയാളിയെ വീട്ടിൽ കയറ്റോ. എനിക്ക് ഇനിയിപ്പോൾ വലിയ ആഗ്രഹമൊന്നുമില്ല. എന്റെ ഭാര്യയുടെയും മകന്റെ മുമ്പിൽ ഞാനൊരു കൊലയാളിയല്ല എന്ന് എനിക്കൊന്ന് തെളിയിക്കണം. ഒരു ദിവസം സമാധാനത്തിൽ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് നല്ലോണം ഉറങ്ങിയിട്ട് അന്ന് രാത്രി ആ ഉറക്കത്തിൽ ഇനി മരണപ്പെട്ടു പോയാലും എനിക്കൊരു കുഴപ്പമില്ല. ഒരു കൊലയാളിയുടെ മോനായിട്ടും ഭാര്യയായിട്ടും അവര് ജീവിക്കേണ്ട അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഹീറോ, നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് നിങ്ങളൊരു കൊലയാളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് കോടതിയിൽ തെളിയിക്കണമെങ്കിൽ ഇനിയിപ്പോൾ എവിഡൻസിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. യഥാർത്ഥ കൊലയാളി ആരാണോ അവനെ കണ്ടുപിടിച്ചാൽ മാത്രമേ നിങ്ങൾ
എനിക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. തൽക്കാലം ടെൻഷനൊന്നുമില്ലാതെ വീട്ടിലേക്ക് പോയിക്കോ. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഹീറോയിലെ ആ നാട്ടിലെ പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് പോവാണ്. അതായത് ഊർമിള മരണപ്പെട്ട ശേഷം ജയരാജൻ പറഞ്ഞത് പ്രസിഡന്റിന്റെ കൂടെ ആയിരുന്നു എന്നല്ലേ. അപ്പോൾ ഊർമിള ദേവി മർഡറിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ ചോദിക്കാൻ വന്നതെന്ന് പറയുമ്പോൾ അതൊക്കെ ഓൾറെഡി ഞാൻ പോലീസിനോട് പറഞ്ഞതല്ലേ. എന്നാൽ നിങ്ങൾ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒന്നുകൂടി പറയാൻ പറ്റുമോ? അല്ല, ജയരാജൻ പറഞ്ഞത് അന്ന് രാത്രി ഊർമിളയുടെ വീട്ടിൽ നിന്ന് 12 മണിയായപ്പോ ഇങ്ങോട്ട് വന്നിരുന്നതാണല്ലോ. എന്നാൽ കോടതിയിൽ നിങ്ങൾ മാറ്റിയാ പറഞ്ഞ അയാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലാന്ന്. അപ്പൊ പ്രസിഡന്റ് അയാൾ ഇങ്ങോട്ട് വന്നിട്ടില്ല സാറേ, ഉള്ളതല്ലേ പറയാൻ പറ്റൂ. അപ്പോഴാണ് പ്രവർത്തകര് പ്രസിഡന്റിനെ വിളിക്കാനായിട്ട് വീടിന്റെ പുറത്ത് വരുന്നത്. അപ്പൊ പ്രസിഡന്റ് ഞാനൊരു ചെറിയ മീറ്റിംഗിലാ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം. അങ്ങനെ ഹീറോ പോവാൻ ഇറങ്ങുന്നതിന് മുൻപ് പ്രസിഡന്റിനോട് പറയുന്നുണ്ട് ജയരാജന്റെ ഫോണിൽ നിന്ന് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഒരു 86,000 രൂപയുടെ പല ഐറ്റംസ് ഓൺലൈൻ വഴി ഡെലിവറി ചെയ്തിട്ടുണ്ടല്ലോ. പ്രസിഡന്റ് ഇപ്പോ നിങ്ങൾ ധരിച്ചിട്ടുള്ള ഈ ഒരു സാരിയില്ലേ, ഈ സാരി വരെ അങ്ങേര് അന്ന് ഓർഡർ ചെയ്ത ഈ ലിസ്റ്റിലുണ്ട്. ഓൾറെഡി നിങ്ങൾ കോടതിയിൽ പറഞ്ഞ പോലെ തന്നെ ജയരാജനായിട്ട് ഒരു ബന്ധുവില്ല, അയാളന്ന് ഈ വീട്ടിൽ വന്നിട്ടില്ലാന്ന് പഴയ നോണ പല്ലവി തന്നെ പറയാനാണെങ്കിൽ ഇനിയിപ്പോ പോലീസ് നേരെ വന്നിട്ട് നിങ്ങൾ തൂക്കെടുത്തിട്ട് പോകും. അപ്പൊ പ്രസിഡന്റ് സാർ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ അദ്ദേഹമായിട്ട് എനിക്കൊരു ബന്ധമുള്ള കാര്യം ശരി തന്നെയാ. അന്ന് രാത്രിയും അയാൾ എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 3:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് പോയത്. അതുപോലെ എനിക്ക് കുറേയധികം സാധനങ്ങൾ വാങ്ങി തന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ എന്താ കോടതിയിൽ പറയത്തെന്ന് വെച്ചാല് ഞാനൊരു പ്രസിഡന്റ് അല്ലേ, അപ്പോ ജനങ്ങളുടെ മുമ്പിൽ എന്റെ ഇമേജ് ഇല്ലാതാവില്ലേ. അപ്പോൾ നമ്മുടെ ഹീറോ ഇല്ലേ കൂടുതലൊന്നും പറയാതെ നേരെ ജയരാജന്റെ വീട്ടിലേക്ക് അവരുടെ ഭാര്യയും മകനെയും കാണാൻ പോവാണ്. എന്നിട്ട് ജയരാജന്റെ ഭാര്യയോട് നിങ്ങൾ ഇടക്കിടക്ക് ഊർമിളയുടെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഹസ്ബൻഡായിട്ട് അവർക്ക് റിലേഷനുള്ള കാര്യം പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നില്ലേ, അതുപോലെ അവര് നിങ്ങളോട് എന്തെങ്കിലും ചെയ്തിരുന്നോ? അവളെന്ത് ചെയ്യാനാ സാറേ, അവളത്ര വെടിപ്പുള്ളൊരു സ്ത്രീയൊന്നുമല്ല. അവൾക്കൊരു കെട്ടിയോനുണ്ട്. എന്നാൽ നാട്ടില് അയാൾ ഒറ്റക്കാക്കിയിട്ട് ഈ നാട്ടിലൊരു വീടെടുത്തിട്ട് താമസിക്കേണ്ട എന്ത് കാര്യം സാറേ? അവൾക്ക് എന്റെ കെട്ടിയോനില്ലേ കുറേയധികം പൈസ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്റെ മോൻ അനുഭവിക്കേണ്ട പൈസയാണ് അവൾ വാങ്ങിയെടുത്തിട്ട് ഈ നാട്ടില് പല സ്ഥലത്തും പലിശ കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് അവൾ അടിച്ചുപിടിച്ച് ജീവിക്കുന്നത്. അവൾക്ക് ഒരു മോളുണ്ടായിരുന്നു. എന്നാൽ അമ്മയുടെ സ്വഭാവം തന്നെയല്ലേ മോളും കാണിക്കൂ. അവളും കുറച്ചു കഴിഞ്ഞപ്പോ ഒരു ബസ് ഡ്രൈവറെയും വളച്ചിട്ട് അവൻ്റെ കൂടെ ഒളിച്ചോടിയതാ. പിന്നെ ഊർമിള ദേവി അവര് മരണപ്പെടുന്നതിന്റെ ഒരു ദിവസം മുമ്പ് ഊർമിളയുടെ ഹസ്ബൻഡും മകളും മരുമകനും ആ വീട്ടിൽ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല സാറേ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജയരാജന്റെ മകൻ വരുന്നത്. ഇതാ സാറേ എന്റെ മോന്, ഇവന് ഇവിടെ സിറ്റിയിലെ ഒരു CCTV കമ്പനിയിൽ ജോലി ചെയ്യാം. CCTV കമ്പനി എന്ന് കേട്ടപ്പോ നമ്മുടെ ഹീറോയുടെ റിയാക്ഷൻ പതിയെ മാറുകയാണ്. അതായത് എന്തോ ഒരു സംശയമുള്ള പോലെ. അതിന്റെ കാരണം എന്താന്ന് കഥ പതിയെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അങ്ങനെ നമ്മുടെ ഹീറോയിലെ നേരെ ഊർമിളയുടെ വീട്ടിലേക്ക് പോയി നോക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഊർമിളയുടെ മകനും അതുപോലെ മരുമകനും ഇല്ലേ ആ വീടിന്റെ ഡോർ ലോക്കില്ലേ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഊർമിളയുടെ മർഡറിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്ന ഓഫീസറാ. അല്ല, നിങ്ങൾ എന്തിനാ ഡോറിന്റെ ലോക്ക് മാറ്റുന്നേ? അത് അന്ന് മർഡർ നടന്നില്ലേ, ആ സമയത്ത് വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ നടന്നില്ല, കാരണം ചാവി കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിൻവാതിൽ തകർത്തിട്ടാണ് വീടിന്റെ ഉള്ളിൽ കയറിയത്. അപ്പൊ ഹീറോ അല്ല, ഊർമിള കൊല്ലപ്പെട്ട ആ ഒരു ബെഡ്റൂം എനിക്ക് കാണാൻ പറ്റുമോ? അങ്ങനെ ആ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ ആ റൂമിന്റെ വാതിലില്ലേ എന്തോ വെച്ചിട്ട് കത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അടിഭാഗം വുഡ് കട്ടായ ശേഷം ആ വാതിൽ ചവിട്ടി പൊളിച്ചിട്ടാണ് ഉള്ളിൽ കയറിയത്. ഇനിയിപ്പോ വല്ല റോബറി ശ്രമമായിരിക്കുമെന്നും ഡൗട്ടുണ്ട്. അങ്ങനെ ആ ഒരു റൂമിലെ ഏത് ഭാഗത്തായിരുന്നു ഡെഡ് ബോഡി കടന്നിട്ടുണ്ടായിരുന്നത്, എന്തെങ്കിലും എവിഡൻസ് കിട്ടുമോ? അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് അലമാരയിൽ നിന്ന് എന്തോ ഒരു ഫോം നമ്മുടെ ഹീറോയ്ക്ക് കിട്ടുന്നത്. അപ്പൊ ഹീറോ അല്ല, ഊർമിള കൊല്ലപ്പെടുന്നതിന്റെ ഒരു ദിവസം മുമ്പ് നിങ്ങൾ രണ്ടുപേരും സ്വത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലേ? അപ്പോൾ അവര് മറുത്തൊന്നും പറയുന്നില്ല. അല്ല സാറേ, നിങ്ങൾ പോലീസാണോ? അപ്പൊ ഹീറോ അല്ല, ഞാനൊരു ഡിറ്റക്റ്റീവാണ്. അടുത്ത സീനില് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് ജയരാജന്റെ ഫ്രണ്ട് സാജനെ കാണാനാണ്. അന്ന് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അന്ന് ഊർമിളയുടെ വീട്ടില് ജയരാജേട്ടന്റെ ഭാര്യയും മകനും വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയില്ലേ, അപ്പൊ ആ കാര്യം അങ്ങനോട് ഞാനാ പറഞ്ഞേ. അപ്പോൾ അന്ന് രാത്രി ഊർമിളയുടെ വീട്ടിൽ പോയിട്ട് അവളെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പോണെന്ന് പറഞ്ഞിട്ടാ അങ്ങേര് ഇവിടുന്ന് പോയത്. അപ്പോൾ അന്ന് നടന്ന കാര്യം അതുപോലെ ഞാൻ കോടതിയിൽ പറഞ്ഞതാ. അപ്പൊ ഹീറോ അല്ല, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, നിനക്ക് നിന്റെ കാഴ്ചപ്പാടില് ജയരാജൻ ഊർമിളയെ കൊലപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ടോ? എനിക്ക് ജയരാജേട്ടനെ കുറെ നാളായിട്ട് അറിയുന്ന, പക്ഷെ അങ്ങേര് അങ്ങനെ ചെയ്യാനുള്ള ഒരു ചാൻസും ഇല്ല. പക്ഷെ അന്ന് ഇവിടുന്ന് പോകുമ്പോൾ അങ്ങേര് നല്ലോണം കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഇനി വല്ലതും പറ്റുമെന്ന് അറിയില്ല. അല്ല ഷാജി, അന്ന് നീ എവിടെ ഇരുന്നുണ്ടായിരുന്നേ? അത് ജയരാജേട്ടൻ ഒരു കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും ഫ്രണ്ട്സും ക്ലബിലിരുന്നിട്ട് അത് മൊത്തം അകത്താക്കി. അങ്ങനെ എല്ലാവരും കിളി പോയിട്ട് ഇവിടെ തന്നെ കിടന്നുറങ്ങിയിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു ബസ് വരുന്നത്. അപ്പൊ ഹീറോ അല്ല, ഇതാണോ ലാസ്റ്റത്തെ ബസ്? ഇതിപ്പോ തിരിച്ചു പോവോ? ഇല്ല സാറേ, ബസ് തിരിച്ചു പോവില്ല. രാത്രി വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെയാണ് തിരിച്ചു പോവുക. അടുത്ത സീനില് നമ്മുടെ ഹീറോയ്ക്ക് പരിചയമുള്ള ഇതിന് മുൻപ് മറ്റൊരു സ്റ്റേഷനിൽ ഒന്നിച്ച് വർക്ക് ചെയ്ത ഒരു കൊളീഗ് പോലീസുകാരുണ്ട്. അങ്ങനെ മീറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഹീറോ അയാളോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇപ്പോൾ ഉള്ള സ്റ്റേഷൻ എങ്ങനെയുണ്ട്? എന്റെ സാറെ ഒന്നും പറയണ്ട, ഈ സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ചില സബോർഡിനേറ്റ്സും ഉണ്ട്. എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്യണമെന്നല്ലാതെ ന്യായമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോലും അവർക്ക് താല്പര്യമില്ല. അവരുടെ ഇടയിൽ ഇപ്പോൾ ഞാൻ പെട്ട അവസ്ഥയാ. അപ്പൊ ഹീറോ അല്ലടാ, അന്ന് ഊർമിളയുടെ കൊലപാതകം നടന്നില്ലേ, ആ ഒരു കേസ് അന്വേഷിക്കുന്ന സമയത്ത് ക്രൈം സീനിലേക്ക് നീയും പോയിട്ടുണ്ടായിരുന്നില്ലേ? അത് സാറേ, ഊർമിളയെ 2 ദിവസമായിട്ട് വീട്ടിൽ കാണുന്നില്ല എന്ന് നെയ്ബേഴ്സിന് സംശയം തോന്നിയപ്പോൾ ആ നാട്ടിലെ പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞതാണ്. അങ്ങനെ നെയ്ബേഴ്സും പോലീസ് ടീമും കൂടി ആ ഒരു വീട് തുറക്കാൻ നോക്കിയപ്പോൾ പറ്റിയില്ല. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് കാണാൻ വേണ്ടിയിട്ട്
അവരുടെ ബെഡ്റൂമിന്റെ ജനലിലെ ചില്ല് പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് ഉള്ളില് ഊർമിള മരണപ്പെട്ട് കിടക്കുന്ന കാണുന്നത്. അങ്ങനെ ബേക്കിലെ ഡോറും തകർത്തിട്ട് ഉള്ളിൽ കയറിയപ്പോഴാണ് ഊർമിളയുടെ റൂമിന്റെ വാതില് തുറക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കണം പുറത്തുനിന്ന് തീയിട്ടിട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് ഉള്ളിൽ കയറിയിട്ടുള്ളത്. ആ ഒരു വീട് മുഴുവനായിട്ട് നമ്മൾ എന്തെങ്കിലും എവിഡൻസ് കിട്ടുന്ന അരിച്ച് പെറുക്കിയിട്ടും പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. അവസാനം ആകെയുള്ള ഒരു പോകാൻ വഴി എന്താ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ പറയുന്നത് നോക്കിയപ്പോൾ ഊർമിളയെ ആരോ കഴുത്ത് ധരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയെന്നാണ് ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഹീറോ, അല്ല നിങ്ങൾ ഊർമിളയെ കൊലപ്പെടുത്തിയത് ജയരാജനാണെന്ന് എങ്ങനെയാ സ്ഥിരീകരിച്ചേ? ഊർമിള കൊലപ്പെടുന്നതിന് മുൻപ് ആ വീട്ടിലേക്ക് അവസാനമായിട്ട് ജയരാജൻ മാത്രമേ വന്നിരുന്നുള്ളൂ. ആ ഒരു വിഷ്വല് ആ വീട്ടിലെ CCTVയിലും കറക്റ്റ് പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ അയാൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ക്യാമറ കട്ടായി പോയതാണ്. അത് കഴിഞ്ഞ് പിന്നീട് ആ ഒരു ക്യാമറ ഓൺ ആയിട്ടില്ല. ഇനിയിപ്പോ സാറിന് ആ ഒരു വിഷ്വല് കാണണമെങ്കിൽ DYSP സാറിന്റെ കയ്യിൽ ആ ഒരു ഫോട്ടേജ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹീറോ, ഞാനത് ചെക്ക് ചെയ്തോളാം. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് ഏതോ ഒരു ചെറിയ കുടിസ് റൂമില് നമ്മുടെ ജയരാജൻ പുറത്തിറങ്ങാൻ പറ്റാതെ ഒറ്റയ്ക്ക് സ്റ്റേ ചെയ്യാണ്. അപ്പൊ ഹീറോ ജയരാജനോട് ചോദിക്കുന്നുണ്ട്, ആ നാട്ടിലെ ആരോടും ഊർമിളാദേവി ഒരു അടുപ്പം കാണിച്ചിട്ടേ ഇല്ല. അതിനെക്കുറിച്ച് ഞാൻ ശരിക്കും അന്വേഷിച്ചിട്ടായിരുന്നു. പക്ഷെ തന്നോട് മാത്രം അങ്ങനെ ഒരു അകൽച്ച അവൾക്ക് ഉണ്ടായിട്ടില്ലല്ലോ, അതെങ്ങനെയാ സംഭവിച്ചേ? അത് സാറേ, ഞാൻ വേണമെന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അവളുടെ വീട്ടിൽ പോയിട്ട് അവള് പലിശക്ക് പൈസ കൊടുക്കുന്നില്ലേ, ഞാനും കൊടുക്കാറുണ്ട്. എന്നാൽ എനിക്ക് പൈസ ആവശ്യമില്ലെങ്കിലും അവളുമായിട്ടുള്ള റിലേഷൻ ഒന്ന് പുതുക്കാനായിട്ട് ഇടയ്ക്ക് പലിശക്ക് കുറച്ച് പൈസ വാങ്ങുകയും ചെയ്യും, കറക്റ്റ് ടൈമിന് അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നാൽ അതിനിടയിലാണ് ഊർമിളയുടെ മകളിലെ ഏതോ ഒരു ബസ് ഡ്രൈവറെയും കൂട്ടിട്ട് ഒളിച്ചോടി പോകുന്നത്. ആ സമയത്ത് ഊർമിള നാട്ടുകാരുടെ അടുത്ത് നിന്ന് കുറേ അധികം സ്വർണ്ണം വാങ്ങിയിട്ട് പണയത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പലിശക്ക് പൈസ കൊടുത്തിട്ട് കുറച്ചധികം പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൈസയും സ്വർണ്ണൊക്കെ എടുത്തിട്ടാണ് അന്ന് മോള് ഒളിച്ചോടി പോയത്. ആ സമയത്ത് ഊർമിളയുടെ കയ്യിൽ അധികം പൈസ ഒന്നും ഇല്ലാതെ വല്ലാതെ സ്ട്രഗിളിലായിരുന്നല്ലോ. അപ്പോൾ ഞാനാണ് അവൾക്ക് വേണ്ട പൈസ കൊടുത്തിട്ട് അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്തത്. അങ്ങനെയാണ് ചെറുതായിട്ട് ഒരടുപ്പം വന്നത്. എന്നാൽ എന്റെ ആഗ്രഹമൊന്നും അവളുടെ അടുത്ത് നടന്നിട്ടില്ല. അങ്ങനെ ഹീറോയിലെ നേരെ നമ്മുടെ DYSP കാണാൻ പോയിട്ട് ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ CCTV വിഷ്വൽസും കോപ്പി ചെയ്തെടുക്കുകയാണ്. അപ്പോൾ DYSP, അല്ല ഈ കേസ് ഒറ്റയ്ക്ക് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് അന്വേഷണം ഇപ്പൊ എവിടെ വരെ എത്തി? അപ്പൊ ഹീറോ, അന്വേഷണം കറക്റ്റ് റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ DYSP റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാല് ആദ്യം ആ കുറ്റവാളിയെ ആ രഹസ്യങ്ങളൊക്കെ എന്നോട് വേണം പറയാന്. അടുത്ത സീനില് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് ഊർമിളയുടെ ഹസ്ബൻഡിനെ കാണാനാണ്. അയാളാണെങ്കിൽ പകല് കുടിച്ച് കറിയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹീറോ, അല്ല ഊർമിള മരണപ്പെട്ട സമയത്ത് അന്ന് ആ മരണച്ചടങ്ങിൽ പോലും നിങ്ങൾ വന്നിട്ടില്ലായിരുന്നല്ലോ. അവള് കുറച്ച് മോശപ്പെട്ട സ്ത്രീയാ സാറേ. അവളങ്ങനെ ആവാനുള്ള കാരണം വേറെ ആരുമല്ല, ഞാൻ തന്നെയാ. അവളെ നോക്കേണ്ട സമയത്ത് ശരിക്കും നോക്കാതെ മദ്യപിച്ച് നടന്നു. അങ്ങനെ അവളുടെ പേരിലുണ്ടായിരുന്ന എല്ലാ സ്വത്തും ഞാൻ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെയാണ് അവൾ എന്നെയും വിട്ടിട്ട് ഒറ്റക്ക് ഈ നാട് തന്നെ വിട്ട് പോകുന്നത്. അപ്പൊ ഹീറോ, അല്ല ഊർമിള മരണപ്പെടുന്നതിന്റെ തലേ ദിവസം നിങ്ങൾ മോളെയും മരുമോനൊക്കെ കൂട്ടിയിട്ട് ആ വീട്ടിൽ പോയിട്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കിയിരുന്നല്ലോ. അത് സാറേ, ഊർമിളയുടെ പേരിൽ കുറച്ചധികം സ്വത്തുക്കൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്റെ മോൾക്ക് ആ ഒരു സ്വത്ത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ പോയതാ. അപ്പോൾ അവൾ കലിപ്പിൽ പറഞ്ഞത്, ഈ സ്വത്തൊന്നും നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ല, രാവും പകലും ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുമ്പോൾ വീട്ടിലുണ്ടായിരുന്നത് എല്ലാം തുടച്ചെടുത്ത് പോയതല്ലേ. അപ്പോൾ ഊർമിളയുടെ ഭർത്താവ് എന്റെ മോൾക്ക് അവൾക്ക് അവകാശപ്പെട്ട് നീ കൊടുത്തേ മതിയാവും. അത് പറയാന് നിങ്ങൾ സംഭവിച്ചതൊന്നും ഇവിടെ ഇല്ല. കള്ളും കുടിച്ച് നടക്കുകയാണെങ്കിൽ ആ പാട് നോക്കി പോയിക്കോളെന്ന് പറഞ്ഞിട്ട് അവിടെ നോടിച്ചു വിട്ടതാണ്. അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഹീറോയോട് പറയുമ്പോൾ ഇതുവരെ ഹീറോ കണ്ടെത്തിയ എല്ലാ കാര്യവും തന്റെ ഫ്രണ്ട് വക്കീലില്ലേ അങ്ങേരോട് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. അപ്പൊ വക്കീല്, നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഊർമിളയുടെ സ്വത്തിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ അവളുടെ കെട്ടിയോന് അല്ലെങ്കിൽ അവളുടെ മരുമകൻ, രണ്ടില് ആരെങ്കിലും അവന്റെ ചാൻസ്. അപ്പൊ ഹീറോ, എന്റെ ചിന്തയും ആദ്യം അങ്ങനെയാ പോയത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പഠിച്ചപ്പോഴാണ് ഊർമിളാദേവി കൊല്ലപ്പെടുന്നതിന് മുൻപായിട്ട് അവള് ഏതോ ഒരു പുരുഷനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. തലേ ദിവസം അത്രയും പ്രശ്നം ഉണ്ടായ സ്ഥിതിക്ക് ഈ രണ്ടുപേരെയും ഉറപ്പായിട്ടും ആളെ വീട്ടിലേക്ക് ആയിട്ടില്ല. എന്നാൽ നമുക്കോ പുറം ലോകത്ത് ആർക്കും അറിയാത്ത അവൾക്ക് മാത്രം അറിയുന്ന ഒരു സീക്രട്ട് ബോയ് ഫ്രണ്ട് അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ അവനാണ് അവളുടെ കൊലയാളി. അപ്പൊ വക്കീല്, അല്ല അതെങ്ങനെയാ താൻ ഉറപ്പിച്ച് പറയുന്നേ? അതായത് ഊർമിള കൊല്ലപ്പെട്ട ദിവസമില്ലേ ജയരാജൻ വന്ന് കുറച്ചു കഴിഞ്ഞപ്പോ അവള് വീട്ടിന്റെ ഉള്ളിലേക്ക് പോയില്ലേ, ആ സമയത്താണ് ആ ക്യാമറ ഓഫ് ആവുന്നത്. അപ്പോൾ എനിക്കൊരു ചെറിയ സംശയം തോന്നിയിട്ട് ഇതിന് മുൻപ് ഇതുപോലെ എപ്പോഴെങ്കിലും ക്യാമറ ഓഫ് ആയിട്ടുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഓരോ മാസങ്ങളില് 2-3 പ്രാവശ്യമായിട്ട് ഇതുപോലെ ക്യാമറ ഓഫ് ആവാറുണ്ട്. ആ ഒരു ടൈം നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10:45 ആ ടൈമിന് ഓഫ് ആയിട്ട് രാവിലെ ഒരു 4-4:45 ഓൺ ആവും. അപ്പോൾ ഉറപ്പായിട്ടും ആ ക്യാമറ ആ സമയത്ത് ഓൺ ആക്കണമെങ്കിലും ഓഫ് ആക്കണമെങ്കിലും അത് ഊർമിളാദേവി വീട്ടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് അവളുടെ ആ ഒരു ബോയ് ഫ്രണ്ടില്ലേ ആ വീട്ടിലേക്ക് വരുന്നതും അതിനുശേഷം രാവിലെ അവിടുന്ന് പോകുന്നതും. അവൻ എന്തായാലും ഈ ഒരു നാട്ടുകാരനാവാൻ ചാൻസ് കുറവാണ്. കാരണം രാത്രി സമയത്തുള്ള ബസ്സിനായിരിക്കും അവൻ വരുന്നുണ്ടാവുക. കാരണം 10 മണിക്ക് ബസ് വരും. അപ്പോൾ 10:45 ടൈമിൽ അവിടെ എത്തും. പിന്നെ രാവിലെ ആ ബസ് പോകുമ്പോൾ ആ ബസ്സിലായിരിക്കും അവൻ തിരിച്ച് കയറി പോകുന്നുണ്ടാവുക. അപ്പൊ വക്കീല്, നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഏകദേശം കറക്റ്റ് ഒക്കെ തന്നെയാണ്. എന്നാൽ അങ്ങനെ ഊർമിളയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഇടയ്ക്കെങ്കിലും അവളുടെ ഫോണിലേക്ക് വിളിക്കണ്ടേ? അങ്ങനെ പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് അവളുടെ നമ്പറിലേക്ക് കോളേ വന്നിട്ടില്ലല്ലോ. അപ്പൊ ഹീറോയും, അവിടെയാണ് എനിക്കും ചെറിയ സംശയമുള്ളത്. എന്തോ ഒരു കാര്യം നമുക്ക് കണ്ടെത്താനുണ്ട്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ആ രാത്രി ആൾട്ടായിട്ട് രാവിലെ പോകുന്ന ബസ് നിർത്തുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത് ഒരു ചായക്കടയുണ്ട്. അപ്പൊ ആ കടയിലെ ഓണറോട് എന്തെങ്കിലും സംശയം തോന്നുന്ന രീതിയിൽ ഊർമിള കൊലപ്പെട്ട ദിവസം കണ്ടെന്ന് ചോദിക്കുമ്പോൾ അന്ന് അങ്ങനെ പ്രത്യേകിച്ച് ആരെയും കണ്ടിട്ടില്ല. രാത്രി 10-10:30 ബസ് ഇവിടെ എത്തും. രാവിലെ 3 മണിയാകുമ്പോൾ
ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും ഭക്ഷണം കഴിക്കാനും വരും. 4 മണിയാകുമ്പോൾ ബസ് എടുക്കുകയും ചെയ്യും. പക്ഷെ അന്ന് ആ ബസ്സിൽ ഈ നാട്ടുകാരല്ലാത്ത പുറത്തുള്ള ആരും ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴാണ് ബസ്സിന്റെ കണ്ടക്ടർ അങ്ങോട്ട് വരുന്നത്. അങ്ങനോട് ചോദിക്കുമ്പോൾ അന്ന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ച പോലെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഊർമിളാദേവി മരണപ്പെട്ട ദിവസമല്ല, അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ നമ്മള് ബസ് എടുത്ത് പോകുമ്പോൾ ആ ഒരു റബ്ബർ തോട്ടത്തിന്റെ അവിടെ വളവില്ലേ, അവിടെ വെച്ചിട്ട് ഏതോ ഒരാള് മുഖമൊക്കെ മറിച്ചിട്ട് ബസ്സിന് കൈ കാണിച്ച് ബസ് കയറി. എന്നാല് അയാള് വല്ലാതെ പേടിക്കുന്ന പോലെ മേത്തൊക്കെ കുറെ അധികം പുല്ലോ ചപ്പോ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഏതോ കാട്ടിനുള്ളിൽ നിന്ന് വന്ന പോലെ. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പൈസ തന്നപ്പോ അയാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു ചാവി താഴെ വീണ് പോയിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും രാവിലെ പണിക്ക് പോകാന് ബസ് മിസ്സാകാതിരിക്കാൻ ഓടി വന്നതായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ വലിയ ശ്രദ്ധ കൊടുത്തില്ല. അങ്ങനെ ബസ് കുറച്ച് മുമ്പോട്ടെടുത്തപ്പോ പെട്ടെന്ന് ബസ്സിന്റെ പിന്നിലെ ചില്ല് പൊട്ടുന്ന പോലെ സൗണ്ട് കേട്ടു. എന്നാൽ വണ്ടി നിർത്തി നോക്കിയപ്പോ ചില്ലൊന്നും പൊട്ടിട്ടില്ല. ആ സൗണ്ട് കേട്ടപ്പോ എല്ലാ യാത്രക്കാരും സൗണ്ട് കേട്ട ഭാഗത്തേക്ക് നോക്കിയിരുന്നു. എന്നാൽ ആ തുണി വെച്ച് മറിച്ച് ലാസ്റ്റ് കയറിയില്ലേ, അയാൾ മാത്രം അങ്ങനെ ഒരു സൗണ്ട് കേട്ടതുപോലും അറിയാത്ത പോലെ അങ്ങനെ തരിച്ചിരിക്കുന്നു. എന്റെ സംശയം ഇനിയിപ്പോ ബസ്സിൽ ആരെങ്കിലും എന്തെങ്കിലും ഗ്ലാസ് ബോട്ടിൽസോ അങ്ങനെ എന്തെങ്കിലും പുറത്തേക്ക് എറിഞ്ഞ് പൊട്ടിച്ചതാണെന്നാണ്. അപ്പൊ ഹീറോ അയാൾ എവിടെയാ ഇറങ്ങിയെന്നോ അല്ലെങ്കിൽ അയാളുടെ മുഖോ ഹൈറ്റോ അങ്ങനെ എന്തെങ്കിലും നോട്ട് ചെയ്തിരുന്നോ? കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഇറങ്ങിയത് എവിടെയെന്ന് ശ്രദ്ധിച്ചില്ല സാറേ. പിന്നെ മുഖമൊക്കെ മറിച്ചല്ലേ, ആളെ കണ്ടിട്ടില്ല. പ്രായം ഏകദേശം ഒരു 35-40 വയസ്സുണ്ടാവും. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞനുസരിച്ചിട്ട് ബസ് എടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എന്തോ ഒരു പൊട്ടിപോലെ സൗണ്ട് ഇട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബസ് ഫോളോ ചെയ്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് റോഡരികില് ഒരു ചായക്കടയുടെ ഈ കടികളൊക്കെ ഇടുന്ന അലമാരിയില്ലേ, അതിന്റെ ചില്ല് പൊട്ടിയത് ഹീറോ കാണുന്നേ. ഇനിയിപ്പോ അന്ന് കേട്ട സൗണ്ട് ഇതിന്റേതാണെങ്കിലോ? അങ്ങനെ ആ കട ഓണറോട് ചോദിക്കുമ്പോൾ അയാൾക്ക് ചെവി കേൾക്കാനോ സംസാരിക്കാനോ പറ്റില്ല. അപ്പോൾ അങ്ങേര് ആ സൗണ്ട് കേട്ടിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു അജ്ഞാതനില്ലേ, അയാൾ ഏത് ഭാഗത്തു കൂടെ ആയിരിക്കും ബസ്സിൽ കയറിയിട്ടുണ്ടാവുക? അങ്ങനെ കണ്ടക്ടർ പറഞ്ഞ ഏകദേശ സ്ഥലത്ത് ഹീറോ പോയി നോക്കുമ്പോൾ ആ ഒരു പറമ്പിലൂടെ പോയിട്ട് അത് അവസാനം ഒരു റബ്ബർ തോട്ടത്തിലാണ് എത്തുന്നത്. അപ്പോൾ ഹീറോയെ കണ്ടപ്പോ ആ തോട്ടത്തിൽ ഒരാൾ പറയുന്നുണ്ട്, സാറേ ആ ഭാഗത്തേക്ക് പോണ്ട, അവിടെ ഒരു പൊട്ട കിണറുണ്ട്, അതിന്റെ ഉള്ളിലാണ് നമ്മുടെ ടാപ്പിംഗ് ചെയ്യുന്ന രാജു ഇല്ലേ, അവൻ വീണ് മരണപ്പെട്ടു പോയത്. അപ്പൊ ഹീറോയും അല്ല ഈ രാജു ആരാ? രാജു കുറച്ച് വർഷമായിട്ട് ഈ തോട്ടത്തിൽ റബ്ബർ ടാപ്പിംഗ് അവനാ നടത്തുന്നത്. അപ്പോൾ അവിടെ ഒരു പൊട്ടക്കിണറുള്ളത് അവന് കറക്റ്റ് അറിയുകയും ചെയ്യാം. പിന്നെ അന്ന് എങ്ങനെ അതിൽ അവൻ വീണ് പോയതെന്ന് അറിയില്ല. അപ്പൊ ഹീറോ അല്ല ഈ ഭാഗത്തൂടെ നടന്നു പോവാണെങ്കിൽ ആരുടെ വീട്ടിലേക്ക് എത്തുക? അങ്ങനെ ചോദിച്ചാല് ഊർമിളാദേവിയുടെ വീടിന്റെ ബേക്കിലെത്തും, അതുപോലെ രാജുവിന്റെ വീടിന്റെ അങ്ങോട്ടും എത്തും. ആഹാ കൊള്ളാല. അങ്ങനെ നേരെ മരണപ്പെട്ട രാജുവിന്റെ ഭാര്യയോട് രാജു മരണപ്പെട്ട ദിവസം എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ, സാറേ സാധാരണ വീട്ടിൽ നിന്നൊരു 3:30 മണിക്കാണ് പണിക്കിറങ്ങാറ്, അന്നും അതുപോലെ രാവിലെ പോയതാ. എന്നാൽ അന്ന് വൈകുന്നേരം 10-10:30 ആയിട്ടും വീട്ടിലേക്ക് കാണാതായപ്പോ സംശയം തോന്നിയിട്ട് നാട്ടുകാരെ കൂട്ടിയിട്ട് തേടി നോക്കിയപ്പോഴാണ് ആ ഒരു കിണറ്റിൽ വീണ് അങ്ങനെ മരണപ്പെട്ട് കിടക്കുന്നത് കാണുന്നത്. എന്നാൽ അവിടെ ഒരു കിണറുള്ള കാര്യം അങ്ങേർക്ക് നല്ലോണം അറിയാം. ആ ഒരു ഏരിയയിലേക്ക് ആര് പോയാലും അങ്ങനെ അവരെ സ്റ്റോപ്പ് ചെയ്ത് രക്ഷപ്പെടുത്താറുണ്ട്. പിന്നെ അങ്ങേർക്ക് അതുപോലെ അബദ്ധം പറ്റിയത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ സാർ ഒരു കാര്യമുണ്ട്, അങ്ങനെ ഉള്ളിൽ പോയിട്ടൊരു ഫോൺ എടുത്ത് കൊടുത്തിട്ട് അന്ന് എന്റെ ഹസ്ബൻഡ് ജോലിക്ക് ഇറങ്ങിയപ്പോ അങ്ങേരുടെ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അങ്ങേരെ തേടി പോയപ്പോ ആ കിണറ്റിന്റെ അരികിൽ വെച്ചിട്ടാണ് എനിക്ക് ഫോൺ കിട്ടിയത്. എവിടെയെങ്കിലും കണക്ട് ചെയ്യാനുള്ള ഒരു എവിഡൻസ് ആയിട്ട് ആ ഫോൺ എടുത്തു വെക്കുകയാണ്. അങ്ങനെ അടുത്ത സീല് നമ്മുടെ ഹീറോയ്ക്ക് ഊർമിള കൊല്ലപ്പെട്ട ആ റൂമിൽ നിന്ന് ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏതോ 2 ആളുകളുടെ അഡ്രസ്സും ഉണ്ട്. അപ്പോൾ ആ ഒരു അഡ്രസ്സിലേക്ക് പോയിട്ട് അവർക്ക് ഊർമിള ദേവിയെ കുറിച്ച് അറിയാന്ന് ചോദിക്കുമ്പോൾ, സാറേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലേഡി അറിയില്ല, ഇതിനു മുൻപ് പോലീസ് ഒരിക്കൽ വന്നിട്ട് ഇതേ കാര്യം ചോദിച്ചു. അങ്ങനെ രണ്ടാമത്തെ അഡ്രസ്സുള്ള വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഒരു ലേഡി മാത്രമാണ്. അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരും ഇതിനു മുമ്പും പോലീസ് വന്നിട്ട് ഇതേ കാര്യം ചോദിച്ചെന്ന് പറയുമ്പോഴാണ് ആ ലേഡിയുടെ ഹസ്ബൻഡ് അങ്ങോട്ട് വരുന്നത്. ഒരു പട്ടാളക്കാരനെ വീട്ടിൽ വന്നിട്ട് ചോദ്യം ചെയ്യാൻ മാത്രം തനിക്ക് ധൈര്യമായോ? താനാരാ, പോലീസുകാരനാണോ? ആണെങ്കിൽ ഐ ഡി കാണിക്കടോ. അപ്പൊ ഹീറോ ആണെങ്കിൽ തന്റെ ഡിറ്റക്റ്റീവ് ഐ ഡി കാണിക്കുമ്പോൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവോ പോലീസാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കാർഡും കീറി കളഞ്ഞിട്ട് ഹീറോയെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് പോലീസിനെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റേഷനിലേക്ക് നമ്മുടെ ഹീറോയെ കൊണ്ടുപോകുമ്പോൾ ആ സ്റ്റേഷനിൽ ഇൻസ്പെക്ടറല്ലേ, അങ്ങനെ കുറച്ച് കലിപ്പനല്ലേ, അയാൾ പറയുന്നുണ്ട് നമ്മൾ അന്വേഷിച്ചൊരു കേസ് ഇയാള് ഒറ്റ കെടുത്തിട്ട് അങ്ങ് മലത്താൻ പോയിരിക്കുക, ഇവനൊന്നും വേറെ പണിയില്ല, ഒരു ദിവസമായിട്ട് ഇരിക്കട്ടെ, അയാളുടെ ഫോൺ വാങ്ങി വെച്ചേക്ക്, നാളെ രാവിലെ ഞാൻ പറഞ്ഞിട്ട് അയാൾ വിട്ടാൽ മതി. അങ്ങനെ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടില്ലേ കൊള്ളിക്ക് അയാൾ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ഇൻസ്പെക്ടർ കുറച്ച് കലിപ്പില്ല, ഇനി രാവിലെ വിടുള്ളൂ തോന്നുന്നുണ്ട്. അത് സാരല്ല, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ, എന്റെ വീട്ടില് മോൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അവളോട് ഞാൻ രാവിലെ വന്നേക്കാന്ന് ഒന്ന് വിളിച്ച് പറയോ. അങ്ങനെ അടുത്ത ദിവസം രാവിലെയല്ലേ ഇൻസ്പെക്ടർ ഹീറോയെ വീട്ടിലേക്ക് പറഞ്ഞുവിടാണ്. അങ്ങനെ അച്ഛൻ ടയർഡായിട്ട് വരുന്നത് മോള് കണ്ടപ്പോ, എന്താ അച്ഛൻ പറ്റിയേ? അതൊന്നുമില്ല മോളെ, നീ പോയിട്ട് എനിക്കൊരു ചായ എടുത്തിട്ടോ. അങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോ ഭാര്യ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയേ, ഷർട്ടെല്ലാം കീറിയിട്ടുണ്ടല്ലോ. അപ്പൊ അറിയാതെ ഹീറോയുടെ കണ്ണു നിറയാണ്. പോലീസ് വേഷമില്ലെങ്കിൽ ആർക്കും നമ്മളെ ഒരു ബഹുമാനം ഉണ്ടാവില്ല, അതെനിക്ക് കഴിഞ്ഞ ദിവസം രാത്രി ശരിക്കും മനസ്സിലായി. എന്നാല് ഭാര്യ, കുറെ ഓഫീസേഴ്സ് ഉണ്ടായിട്ട് ആ കേസൊന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, എനിക്ക് ഉറപ്പാ നിങ്ങൾക്ക് പറ്റും, ഒന്ന് ശ്രമിച്ചു നോക്ക്. അപ്പൊ ഹീറോയും ഇതുവരെയായിട്ടും തന്റെ ഭാര്യ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല. അപ്പൊ ഉള്ളില് ഒരു ഊർജ്ജം വരികയാണ്. അതേ സമയത്ത് നമ്മുടെ ഹീറോയെ ഒരാൾ വിളിക്കുന്നുണ്ട്. അതായത് ഹീറോയ്ക്ക് രാജുവിന്റെ ഭാര്യ ഒരു ഫോൺ കൊടുത്തിരുന്നില്ലേ, ആ ഒരു ഫോണിലെ നമ്പർ ചെക്ക് ചെയ്തപ്പോ
കുറച്ച് നാളായിട്ട് ആ ഫോണിൽ നിന്ന് ഊർമിള ദേവിയുടെ ഫോണിലേക്കും ഊർമിള ദേവിയുടെ ഫോണിൽ നിന്ന് ആ ഫോണിലേക്കും മാത്രമാണ് കോൾ വന്നിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ഡീറ്റെയിൽസ് വാങ്ങിയിട്ട് നമ്മുടെ ഹീറോ നേരെയിലെ ഡിവൈഎസ്പിയെയും ടീമിനെ വിളിപ്പിക്കുകയാണ്. അങ്ങനെ ഇതുവരെ ഹീറോ കണ്ടെത്തിയ എല്ലാ കാര്യവും ഡിസ്ക്ലോസ് ചെയ്യാണ്. അതേ ടീമിൽ തന്നെ ഓൾറെഡി ആ കേസ് അന്വേഷിച്ച കഴിഞ്ഞ ദിവസം നമ്മുടെ ഹീറോയെ സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിട്ട് രാവിലെ വിട്ട ആ ഒരു ഇൻസ്പെക്ടറിലെ അങ്ങേരുണ്ട്. അപ്പോൾ ഹീറോ കാര്യങ്ങൾ പറയാണ്. രാജു മരണപ്പെട്ട ദിവസം അവന്റെ ബോഡി എടുക്കുമ്പോൾ ആ കിണറ്റിൽ നിന്ന് ഒരു ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ആരും അങ്ങരുടെ ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോണ് കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയപ്പോൾ അതിലെ കോൾ റെക്കോർഡ് ചെക്ക് ചെയ്തപ്പോൾ ആ ഫോണിലേക്ക് ഊർമിളയുടെ ഫോണിൽ നിന്ന് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഊർമിളയുടെ ഫോണിലേക്ക് മാസത്തിൽ ഒരിക്കലോ അങ്ങനെ 2 പ്രാവശ്യം മാത്രമായിട്ട് കോളുകൾ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോള് വരുന്ന സമയത്ത് ചെക്ക് ചെയ്തപ്പോൾ ഊർമിള ദേവിയുടെ വീട്ടിലുള്ള CCTV ക്യാമറ രാത്രി സമയത്ത് കട്ടാവില്ലേ, അതിന് മുൻപാണ് കോൾ വന്നിട്ടുള്ളത്. അങ്ങനെ ഫോൺ വന്നിട്ട് അധിക നേരം സംസാരിക്കാതെ ഒരു 10 സെക്കൻഡ് മാത്രമേ അവർ സംസാരിച്ചിട്ടുള്ളൂ. അതിനുശേഷം ആ ഒരു നമ്പറും അതുപോലെ ഊർമിള ദേവിയുടെ നമ്പറും ഒരേ സ്ഥലത്ത് ആ വീട്ടിന്റെ ലൊക്കേഷനിൽ തന്നെയാണ് ഉണ്ടാവാറ്. അതായത് ഊർമിള ദേവിയുടെയും ബോയ് ഫ്രണ്ടിന്റെയും നമ്പർ തന്നെയാണത്. അപ്പോൾ ഈ 2 നമ്പർ ആരുതാന്ന് ചെക്ക് ചെയ്തപ്പോൾ 2 പ്രായമായിട്ടുള്ള ആളുകളുടെ നമ്പർ ആയിരുന്നു. അതിൽ ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. രണ്ടാമത്തെ ആൾക്ക് മാനസികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർക്ക് പല കാര്യം ഓർമ്മയില്ല. ഇവര് രണ്ടുപേരും അടുത്തായിട്ട് ഒരു മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റിന് ഇടക്കിടക്ക് പോയിട്ടുണ്ട്. അങ്ങനെ പോയപ്പോഴാണ് അവരുടെ 2 പേരുടെയും ഫോൺ മിസ്സാവുന്നത്. അവരുടെ കുടുംബത്തോട് ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങൾ മനസ്സിലായത്. അതായത് പ്രായമായ ആളുകൾ ഫോൺ മറന്നു വെച്ച് പോകുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റിയോ അറ്റൻഡറോ അവിടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും ആ ഫോൺ എടുത്തു വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് അതുപോലെ ഫോൺ മിസ്സായ ആളുകളുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ കുറെ ആളുകൾ അതുപോലെ ഫോൺ മിസ്സായിട്ട് അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഏതോ ഒരാൾക്കാണ് ആ 2 ഫോൺ കിട്ടിയിട്ടുള്ളത്. എന്നാൽ ആ ഫോണിന്റെ ഡീറ്റെയിൽ ആ ഒരു രേഖയിൽ അവൻ കാണിച്ചിട്ടില്ല. ഇനി അങ്ങനെയല്ലെങ്കിൽ അന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുള്ള ഈ ഭാഗത്തുള്ള ഏതോ ഒരു കള്ളനാണ് ആ ഫോൺ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ഫോണിലൂടെ ഊർമിള ദേവിയെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ ഇടയിൽ ഒരു റിലേഷൻ ഉണ്ടായതായിരിക്കാം. ഇതിൽ മറ്റൊരു സസ്പെൻസ് എന്തെന്ന് വെച്ചാൽ അതേ ഹോസ്പിറ്റലിലേക്ക് പലപ്പോഴും ഊർമിള ദേവിയും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയുടെ ഫൈൻഡിങ്സ് കേട്ടപ്പോൾ DYSP ഇല്ലേ അങ്ങനെ ഇംപ്രസ്ഡ് ആയിട്ട് ഇതൊക്കെയാണ് അന്വേഷണം. അല്ല ഇൻസ്പെക്ടറെ, തന്നെക്കാളും താഴെയാണ് SI ആണ് ഇങ്ങനെ, താനൊക്കെ ഈ കേസിൽ എന്ത് അന്വേഷണമാണ് നടത്തിയത്? ഇതുപോലെ നല്ല ഓഫീസേഴ്സിൽ നിന്ന് പഠിക്കാനും ശ്രമിക്കുക. അങ്ങനെ ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, ആ ഹോസ്പിറ്റലിൽ ആരൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, അവിടെ ഇടയ്ക്ക് വിസിറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ എല്ലാ ഡീറ്റെയിൽസും ഉടനെ തന്നെ നമ്മുടെ ഹീറോയുടെ കൈ കൊടുക്കുക. അങ്ങനെ അടുത്ത സീനിൽ ആ ഒരു ഹോസ്പിറ്റലിൽ നാട്ടിൽ പോയിട്ട് ഈ ഹോസ്പിറ്റലിൽ ഇതേ നാട്ടിലെ ആരെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടയിൽ ഒരാൾ പറയുന്നുണ്ട്, ഇവിടെ ഒരു മാധവി ചേച്ചിയുണ്ട്, ബ്രോക്കറാണ്, അവരുടെ ഒരു മോനുണ്ട്, അവൻ നിങ്ങൾ പറയുന്ന ആ മെഡിക്കൽ കോളേജിൽ കുറച്ച് നാൾ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുൻപ് അവൻ പോലീസിലായിരുന്നു. എന്നാൽ അവൻ എന്ത് ചെയ്തിട്ടാണെന്നറിയില്ല, എന്തോ ഒരു പ്രശ്നമായിട്ട് അവന്റെ പോലീസ് ജോലി തന്നെ തെറിച്ചതാണ്. പിന്നീട് മെഡിക്കൽ കോളേജിൽ എന്തോ ഒരു ജോലി കയറി അവിടെ നിന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പുറത്താക്കിയിരുന്നു. ചിലപ്പോ നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ അവൻ തന്നെയായിരിക്കും. അങ്ങനെ ഹീറോ നേരെ ബ്രോക്കർ മാധവി ചേച്ചി കാണാൻ പോണം. എന്നിട്ട് ചേച്ചിയോട്, എന്റെ മോൾക്ക് ഒരു നല്ല പയ്യനെ തേടി പിടിക്കാനായിരുന്നു. അല്ല, നിങ്ങൾക്കൊരു മോനുണ്ടെന്ന് പറഞ്ഞല്ലോ, അവനെവിടെ? അവന്റെ കാര്യമൊന്നും പറയണ്ട, അവൻ എവിടെയെങ്കിലൊക്കെ തിരിഞ്ഞു നടക്കുന്നുണ്ടാവും. അപ്പൊ ഹീറോ, അല്ല അവനെ കോൺടാക്ട് ചെയ്യാൻ അവന്റെ നമ്പർ എന്തെങ്കിലും ഉണ്ടോ? അവിടെ പുറത്തൊരു ഫ്ലെക്സ് ഉണ്ട്, അതിലൊരു നമ്പർ ഉണ്ടാവും. ആ ഒരു ബോർഡ് നോക്കുമ്പോൾ അതൊരു ഐഡിയൽ സെക്യൂരിറ്റി കമ്പനിയാണ്. അതായത് ഈ CCTV ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്യുന്നൊരു കമ്പനി. ഇതേ പേര് ഇതിനു മുൻപ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴാണ് ഹീറോ ഓർക്കുന്നത്, ഒരിക്കൽ ബാറിൽ വെച്ചിട്ട് ഒരുത്തൻ സോഡ് വെച്ച് വന്നിരുന്നില്ലേ, കുമാർ, അവനും ഇതേ കമ്പനിയിൽ വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് തന്നിരുന്നില്ലേ. അപ്പോ ഇനി ഞാൻ തേടി വന്നത് കുമാർ തന്നെയാണോ? അതേ സമയത്ത് കുമാർ എത്തിയിട്ടുണ്ട്. ആഹാ, നിന്നെ തന്നെയാടാ ഞാൻ കാത്തിരുന്നത്. അപ്പൊ അവന് മനസ്സിലായിട്ടുണ്ട് തന്നെ പിടിക്കാനാണ് ഹീറോ വന്നിട്ടുള്ളത്. അവനോട് നോട് തല നോക്കുമ്പോൾ അതിനുള്ളിൽ നമ്മുടെ DYSPയുടെ ടീം തന്നെ വന്നിട്ട് അവനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോവാണ്. അങ്ങനെ സ്റ്റേഷനിൽ എത്തിയിട്ട് അവനെ പഞ്ഞു കിട്ടിട്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോൾ അവസാനം ഇനി അവന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ഉറപ്പായി. കാരണം എല്ലാ തെളിവുകളും കിട്ടിയല്ലോ. അപ്പോൾ ശരിക്ക് എന്താണെന്ന് സംഭവിച്ചെന്നുള്ള യഥാർത്ഥ ഫ്ലാഷ് ബാക്ക് അവൻ പറയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് പോലീസ് ജോലി തെറിച്ച ശേഷം നേരെ ആ ഹോസ്പിറ്റലിൽ ഒരു സെക്യൂരിറ്റി ജോലിക്ക് അവൻ പോയി ചേർന്നതാണ്. അങ്ങനെ ആ ഹോസ്പിറ്റലിലെ പല ആളുകളെയും അവൻ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ആ ഹോസ്പിറ്റലിലേക്ക് ഊർമിള ദേവി എന്തോ ഒരു ട്രീറ്റ്മെന്റിന് വന്നത്. അവളെ കണ്ടപ്പോൾ തന്നെ അവളോടൊരു ഇഷ്ടം സ്റ്റാർട്ടായി. പിന്നീട് അവൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും അവൾക്ക് ടോക്കൺ വാങ്ങി കൊടുക്കുക, അതുപോലെ ചീട്ട് വാങ്ങി കൊടുക്കുക, അങ്ങനെ പതിയെ ഒരു റിലേഷൻ സ്റ്റാർട്ടാവാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ അവള് പറയുന്നത്, ഒരു ദിവസം ഫ്രീ ആകുമ്പോൾ വീട്ടിലേക്ക് വാ, വരുമ്പോൾ കൂടെ ഒരു കുപ്പി എടുത്തിട്ട് പോരെ. അങ്ങനെ അവൻ കുപ്പി വാങ്ങിയിട്ട് അവളെ കാണാൻ പോയതാണ്. അങ്ങനെ 2 പേരും കൂടി മദ്യപിക്കാണ്. അങ്ങനെ അവരുടെ ഇടയിലുള്ള റിലേഷൻ ബിൽഡാവാണ്. അങ്ങനെ വീണ്ടും പലപ്പോഴും അവർ മീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും 2 ആളുകളുടെ ഈ ഒരു റിലേഷനിലെ അത് പുറത്ത് ആരും അറിയാതിരിക്കാനേ അവര് നല്ലോണം ശ്രദ്ധിച്ചിരുന്നു. ഓൾറെഡി സെക്യൂരിറ്റി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ കുമാറിന് ക്യാമറ ഓൺ ആക്കേണ്ടതും ഓഫ് ആക്കേണ്ടതും എല്ലാം അറിയാലോ. അത് നമ്മുടെ ഊർമിളയെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവരെ മീറ്റ് ചെയ്യുന്നത് ഒരിക്കലും തിരിച്ചറിയാതിരിക്കാനേ ഏതെങ്കിലും സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ പേരിലുള്ള
റൂമിലുള്ള ഫോൺ കിട്ടുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കുമല്ലോ. അങ്ങനെയാണ് ആ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിന് വന്ന രണ്ടാളുകൾ ഫോൺ വെച്ച് മറന്നുപോയപ്പോൾ ആ ഒരു ഫോണിൽ ഒന്ന് ഊർമിളയ്ക്ക് കൊടുത്തിട്ട് ഒന്ന് കുമാരൻ കയ്യിൽ വെച്ചതും ആ ഫോൺ വഴി അവരുടെ സംസാരവും റിലേഷനും കണ്ടിന്യൂ ചെയ്തതും. സാധാരണ ഇവൻ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു ബസ്സിൽ നേരെ ബസ് സ്റ്റാൻഡിലെത്താതെ വരുന്ന വഴിക്ക് ആ റബ്ബർ തോട്ടത്തിന്റെ ഭാഗത്തെത്തുമ്പോൾ അവിടെ ഇറങ്ങും. എന്നിട്ട് രാത്രി കാട്ടിലൂടെ ഊർമിളയുടെ വീട്ടിലേക്ക് വരും. അങ്ങനെ മീറ്റ് ചെയ്തിട്ട് രാവിലെ അതേ വഴി തന്നെ തിരിച്ചിട്ട് ബസ്സിൽ കയറി പോവുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അവന്റെ ആ ഒരു ഹോസ്പിറ്റലിലെ ജോലിയും പോകുന്നത്. അപ്പോൾ അവനാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ ആ ജോലി പോയി ഞാനൊരു ബിസിനസ് നോക്കുന്നുണ്ട്. അപ്പോൾ നിന്റെ അടുത്ത് ഇപ്പോൾ പൈസ ഉണ്ടല്ലോ, കുറച്ച് പൈസ കിട്ടുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, കുറച്ച് പൈസ നീ തരില്ലേ? ഞാൻ നോക്കി നോക്കാം, ഉറപ്പൊന്നും പറയുന്നില്ല. അങ്ങനെ പലപ്പോഴും വീണ്ടും വീണ്ടും ആള് വിളിച്ചിട്ട് പൈസ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം അവളെ വിളിക്കാതെ തന്നെ അവളുടെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് നമ്മുടെ ജയരാജനില്ലേ ആ ഒരു ഡ്രസ്സും ഐറ്റംസ് ഒക്കെ ആയിട്ട് അവളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനിടയിൽ ഒരു കോള് വന്നിരുന്നില്ലേ, ആ കോള് വേറെ ആരുമല്ല ചെയ്തത്, നമ്മുടെ കുമാർ തന്നെയായിരുന്നു. അതിനുശേഷം നമ്മുടെ ജയരാജനെ അവിടുന്ന് പറഞ്ഞയച്ചിട്ട് അവള് പിന്നിലെ വാതിൽ തുറന്നു കൊടുത്തു, അതുപോലെ ക്യാമറ ഓഫ് ചെയ്തു. അങ്ങനെ അവരുടെ റൊമാൻസ് കഴിഞ്ഞ ശേഷം അവനോളോട് ചോദിച്ച ബിസിനസിന്റെ പൈസയെക്കുറിച്ച് പറയുമ്പോൾ അവളൊരു 10,000 രൂപ എടുത്ത് കൊടുക്കാണ്. അല്ല ഊർമിള, ഇതെന്താ 10,000? ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? ഒരു 3 ലക്ഷം ഒന്നുമില്ലാതെ ഒന്നും നടക്കില്ല. 3 ലക്ഷോ? ആ ഒരു പൈസ ഉണ്ടാക്കാന് എത്ര നാള് കഷ്ടപ്പെടണം എന്നറിയോ? പൈസ തരാൻ പറ്റിയ ആളും. തൽക്കാലം 10,000 വെച്ചിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ പതിയെ നോക്കാം. എന്നാൽ രണ്ടുപേരും മദ്യപിച്ചിട്ട് പതിയെ ബോധം വാങ്ങിയ അവസ്ഥയിലല്ലേ. അപ്പോൾ അവന് വല്ലാതെ കലിപ്പാവുന്നുണ്ട്. അപ്പോഴാണ് ഊർമിളയ്ക്ക് ആ ഒരു നാട്ടിലെ ഒരു ലേഡി വിളിക്കുന്നത്. അതായത് എന്തോ ഒരു പലിശക്ക് പൈസ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ 2 ലക്ഷം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, രാവിലെ വന്നാൽ മതി. അപ്പോൾ വീട്ടിൽ പൈസ ഉണ്ട് എന്ന് കുമാർ കേട്ടില്ലേ? 2 ലക്ഷം വെച്ചിട്ടാണല്ലേ? അപ്പോൾ ഊർമിളാണെങ്കിൽ അല്ല നീ ഇനിയും പോയില്ലേ? ഞാൻ പോകാൻ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അവനങ്ങോട്ട് വരുമ്പോൾ മുഖം മറയ്ക്കാൻ ഒരു ഷാൾ ഉപയോഗിക്കാറില്ലേ, ആ ഒരു തുണി വെച്ചിട്ട് അവളുടെ കഴുത്ത് നെരിച്ച് അവളെ കൊലപ്പെടുത്താണ്. അങ്ങനെ അവിടുത്തെ എല്ലാ എവിഡൻസും അവൻ ക്ലീൻ ആയിട്ട് ക്ലിയർ ചെയ്തിട്ട് ആ ഒരു പൈസ എടുത്തിട്ട് അവിടുന്ന് തിരിച്ചു പോകണം. അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോഴാണ് ഊർമിളക്ക് അവൻ വാങ്ങിക്കൊടുത്ത ആ ഫോണിനെ കുറിച്ച് ഓർക്കുന്നത്. കുമാർ പണ്ടൊരു പോലീസ് ആയതുകൊണ്ട് അവൻ ഏകദേശം കാര്യങ്ങൾ കറക്റ്റ് കണക്ട് ആവും. അതുകൊണ്ടാണ് എവിഡൻസ് ഒക്കെ ക്ലീൻ ആയിട്ട് അവൻ എറേസ് ചെയ്തിട്ട് പോയത്. ആ ഫോണ് പോലീസിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഫോണിൽ വിളിച്ച നമ്പർ ട്രേസ് ചെയ്ത് വരും, അവസാനം എന്റെ അടുത്ത് എത്തും ചെയ്യും. അങ്ങനെ തിരിച്ചു പോയിട്ട് വാതിൽ തുറന്ന് ഊർമിളയുടെ റൂമിന്റെ വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ ആ ഒരു വാതിൽ ലോക്കായി പോയിട്ടുണ്ട്, ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവനാണെങ്കിൽ ആ മദ്യക്കുപ്പിയിൽ ബാക്കിയുള്ളത് ആ ഒരു വാതിൽ വെച്ചിട്ട് അതിന് തീ കൊടുക്കാണ്. അങ്ങനെ വാതിലും ചോട്ടി പൊളിച്ച് ഉള്ളിൽ പോയിട്ട് ആ ഒരു ഫോണും എടുത്ത് എല്ലാ എവിഡൻസും ക്ലിയർ ചെയ്തിട്ട് ഇനിയിപ്പോ പോലീസ് വന്നാല് അവരുടെ ഇൻവെസ്റ്റിഗേഷന്റെ റൂട്ട് മാറ്റാനായിട്ട് കുമാറിന്റെ അമ്മ ബ്രോക്കർ അല്ലേ അവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന 2 ക്ലയൻസിന്റെ അഡ്രസ്സും ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ട് അവിടുന്ന് പോയതാണ്. ആ ഒരു അഡ്രസ്സാണ് നമ്മുടെ ഹീറോ തേടിപ്പോയതും ആ ഒരു പട്ടാളക്കാരനില്ലേ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയതും. തിരിച്ചു പോകുമ്പോൾ ആ വീടിന്റെ മെയിൻ ഡോർ ലോക്ക് ചെയ്തിട്ട് ആ ചാവി എടുത്തിട്ടാണ് അവൻ പോയത്. അങ്ങനെ റബ്ബർ തോട്ടത്തിലൂടെ പോകുമ്പോഴാണ് രാവിലെ ടാപ്പിങ്ങിന് വന്ന രാജു അവനെ കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അവനെ കണ്ടപ്പോൾ കാല് തെറ്റിയിട്ട് ആ ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീഴാൻ പോവാണ്. എന്നാൽ എങ്ങനെയോടെ പിടിച്ചു നിൽക്കുമ്പോൾ അവനെ രാജുവാണ് രക്ഷപ്പെടുത്തി മുകളിൽ കൊണ്ടിരുന്നത്. അല്ല നിന്നെ ഇതിനു മുമ്പ് ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, നീ ഇതിൽ എങ്ങോട്ട് പോയതാ? ഊർമിളാദേവിയുടെ വീട്ടിലേക്കാണോ? അപ്പോൾ അറിയാതെ ഭയത്തില് അവൻ അതേന്ന് പറഞ്ഞു പോവാണ്. ആഹാ നീ ആള് കൊള്ളാലോ, ഈ നാട്ടിലെ പല ആളുകളും അവളുടെ പിന്നാലെ പോയിട്ട് ഒരുത്തിനും സെറ്റ് ആയിട്ടില്ല, അപ്പോൾ അവള് നിന്റെ പിന്നാലെയാ. എന്തായാലും ബസ് വരാൻ ടൈമായില്ലേ, അപ്പൊ നീ പോയിക്കോ. എന്നാലും കുമാറിന് ഉറപ്പാണ്, കാരണം അവന്റെ മുഖം ശരിക്കും രാജു കണ്ടിട്ടുണ്ട്. നാളെ രാവിലെ ഊർമിള മരണപ്പെട്ട് അറിയുമ്പോൾ ഇവൻ എന്തായാലും കാട്ടിക്കൊടുക്കും. അതുകൊണ്ട് രാജുവിനെ കിണറ്റിലേക്ക് തള്ളിയിട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ ആ ബസ്സും പിടിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു പോയതാണ്. അങ്ങനെ വ്യക്തമായിട്ടുള്ള എവിഡൻസോടുകൂടി അവനെ ലോക്ക് ചെയ്തില്ലേ. അങ്ങനെ നേരെ കോടതിയിലേക്ക് കുറ്റവാളിയായിട്ട് അവനെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ വക്കീലില്ലേ അങ്ങനെ എല്ലാ എവിഡൻസും നമ്മുടെ ജഡ്ജിന് കൊടുത്തിട്ട് 2 ജീവനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ സ്വാർത്ഥനായി ഇവനിക്ക് ജീവപര്യന്തത്തില് കുറച്ചൊരു ശിക്ഷയും കൊടുക്കാൻ പാടില്ല. അപ്പോൾ ജഡ്ജാണെങ്കിൽ അവനോട് ചോദിക്കുന്നുണ്ട് നിനക്കെന്തെങ്കിലും പറയണ്ടോ? സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല, എന്റെ വീട്ടില് പ്രായമായിട്ടുള്ള ഒരമ്മയേ ഉള്ളൂ, അവരെ നോക്കാൻ ഞാനേ ഉള്ളൂ. ആഹാ 2 ആളുകളെ കൊലപ്പെടുത്തിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് എല്ലാ എവിഡൻസോട് കുടുങ്ങിയിട്ട് അവസാനം പച്ച നുണ പറയുന്നു. അങ്ങനെ അവസാനം അവന് തൂക്ക് ശിക്ഷാന് വിധിക്കുകയാണ്. അങ്ങനെ നേരത്തെ ആ കേസ് അന്വേഷിച്ച ആ ഒരു ടീമില്ലേ അവര് ശരിക്ക് അന്വേഷിക്കാത്തോണ്ടല്ലേ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടത്. അപ്പോൾ അവർ ഓരോരുത്തരും വാൺ ചെയ്തിട്ട് നമ്മുടെ ഹീറോയില്ലേ ജഡ്ജി പ്രശംസിക്കുകയാണ്. അങ്ങനെ നിരപരാധിയായ നമ്മുടെ ജയരാജൻ രക്ഷപ്പെടുത്തിയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഹീറോ ആ കോടതിയിൽ നിന്ന് ഹീറോയുടെ ആദ്യത്തെ കേസ് വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന കഥ? അടിപൊളിയായിരുന്നില്ലേ? ഈ ഒരു കഥയ്ക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് ഈസിയായിട്ട് ഉണ്ടാക്കാം, കാരണം നമ്മുടെ ഹീറോ ഒരു ഡിറ്റക്റ്റീവായിട്ട് പുതിയൊരു കേസ് അന്വേഷിച്ചാല് അടിപൊളിയായിരിക്കില്ലേ? അപ്പോൾ ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും മറക്കാതെ ഈ വീഡിയോയ്ക്ക് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി കഥകൾക്കായിട്ട് നമ്മുടെ ട്വിസ്റ്റ് മലയാളം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ കഥയുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.